പഠിപ്പിക്കുന്നത്. അതിലെ ഏറ്റവും തുലവും ചെറിയൊരു വിഷയമാണ് ആത്മനിറവെന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മശാസ്ത്രം നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ, അത് നമ്മൾ ഗ്രഹിക്കാൻ തുടങ്ങിയാൽ അതിന്റെ ഒരു അറ്റത്ത് പോലും എത്തുകയല്ല ഞാൻ ഈ പറയുന്നത്. എന്നാൽ ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മ ശാസ്ത്രത്തിൽ നിന്നും ചില ഭാഗങ്ങൾ കൂടെ ഞാൻ ചേർത്താണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇത് നമ്മളിപ്പോ എടുക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഈ ആത്മനിറവ് എന്താണെന്നുള്ളത് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളെ. നിങ്ങള് ഈ ദിവസങ്ങളിലൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്നു. ഉണർവ് എന്ന ഭാവേന ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും കാട്ടിക്കൂട്ടുന്ന ചില വിക്രിയകൾ അത് പരിശുദ്ധാത്മ പ്രവർത്തനമാണെന്നൊക്കെ അവതരിപ്പിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടമാനം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇന്ന് ഒരുമാതിരിപ്പെട്ട ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതാണ്. അപ്പം വാട്സാപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇന്ന് നമ്മുടെ കയ്യിൽ എപ്പോഴും ഇരിക്കുന്ന ഒരു വസ്തുവാണല്ലോ ഈ ഫോൺ, ടെലഫോണെ. അതുകൊണ്ട് നമ്മളെപ്പോഴും അതൊക്കെ ശ്രദ്ധിക്കും. തീർച്ചയായിട്ടും അതിനും വല്ലാത്തൊരു പ്രചാരം നമ്മുടെ ഇടയിൽ നേടിക്കഴിഞ്ഞു. പ്രത്യേകിച്ചും നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് ഈ ലിക്വിഡ് ഫയർ പോലുള്ള, ഫയർ ചെയർ പോലുള്ള, കാഹളം പോലുള്ള ചില വിക്രിയകളൊക്കെ പരിശുദ്ധാത്മ നിറവാണ്, പരിശുദ്ധാത്മ പ്രവൃത്തിയാണെന്ന് ജനത്തെ ധരിപ്പിച്ചിട്ട് ഉപദേശനിഷ്ഠയുള്ളതെന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെയൊക്കെ സഭയിൽ നിന്നും ആളുകൾ അവിടേക്ക് ഓടിച്ചെല്ലുകയാണ്. എനിക്കറിയാൻ പറ്റുന്ന ഒത്തിരി ആളുകൾ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്. അവരെ വന്ന് പറയുന്നത് ഇതാണ്: അത് പരിശുദ്ധാത്മാവിൽ കൂടെ അല്ല, ദൈവികമല്ലെന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങളല്ലേ അവിടെ നടത്തുന്നത്. അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. അപ്പൊ അതിനകത്ത് കാര്യമൊന്നും ഇല്ലേ? കാര്യമുണ്ടെന്നാ ഞങ്ങൾ ഈ പറയുന്നത്. പക്ഷേ വേദപുസ്തകത്തിന്റെ പ്രമാണം വിട്ട് നടക്കുന്ന, ഉപദേശം വിട്ട് നടക്കുന്ന യാതൊരു പ്രവൃത്തിയിലും പിന്നിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. അതാണ് ഞങ്ങൾ ഈ പറയുന്നത്. കാരണം വേദപുസ്തകത്തിനൊരു പ്രമാണമുണ്ട്. അത് ദൈവാത്മാവാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ആ പ്രമാണത്തെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് ചില പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾക്കറിയാം, ഇപ്പൊ ദൈവം നിയമത്തിന് വിധേയനായി പ്രവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാ നിയമങ്ങൾക്കും അതീതനാണ് ദൈവം, അല്ലേ? പരിശുദ്ധാത്മാവ് ദൈവമാണേ, അതുകൊണ്ട് ഈ പറയുന്നത് എല്ലാ നിയമങ്ങൾക്കും അതീതനായിരിക്കണം ദൈവം. അല്ലെങ്കിൽ പിന്നെ ദൈവം നമുക്ക് വിളിക്കാൻ പറ്റുകയല്ലോ. അപ്പൊ ദൈവം കൊടുത്തിരിക്കുന്ന ഈ പ്രമാണം, അത് പഴയ നിയമത്തിൽ ന്യായപ്രമാണമാണെങ്കിലും പുതിയ നിയമത്തിലെ ഉപദേശങ്ങളാണെങ്കിലും, ഇതൊന്നും ദൈവം ഇതിനെല്ലാം അതീതനായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ധാരണ. ശരിയാണ്. അതീതനായി നിന്നുകൊണ്ടാണ് ദൈവം ഈ നിയമങ്ങളൊക്കെ മനുഷ്യന് വെച്ചത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തണം, അത് ദൈവത്തിന്റെ ഒരു മഹാകരുണയാണേ. നിങ്ങളത് പ്രോപ്പർ തിയോളജി പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. ദൈവത്തിന്റെ പരിമിതികൾ എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിനകത്ത് പഠിക്കേണ്ടതായത്. ദൈവം എല്ലാ പ്രമാണങ്ങൾക്കും അതീതനാണെങ്കിൽ പോലും മനുഷ്യന്റെ മുൻപിൽ താൻ വെച്ചിരിക്കുന്ന സ്വയം വിധേയപ്പെട്ടേ ദൈവം എന്തും ചെയ്യും. അത് ദൈവത്തിന്റെ പരിമിതിയല്ല, ദൈവത്തിന്റെ വിധേയത്വത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ ദൈവം പരിമിതപ്പെട്ടു പോയോ? ദൈവം എന്ന് പറഞ്ഞാൽ, അല്ലേ, വ്യാജം പറയരുത്, കള്ളം പറയരുത്, ഒരു പ്രമാണം ദൈവം വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ പറയുന്നു ദൈവം അതിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഈ പ്രമാണം നമുക്ക് തന്നത്. പക്ഷെ ദൈവം ആ പ്രമാണം പാലിക്കുന്നുണ്ട്. പോഷ്ക്ക് പറയാൻ ദൈവം മനുഷ്യപുത്രനല്ല, ദൈവം കള്ളം പറയുകയല്ല. ദൈവത്തിന് അത് ലംഘിച്ചു പോകുന്നതിന് എന്താ? ദൈവം ദൈവമല്ലേ, എല്ലാത്തിനും ഉണ്ടാക്കിയതും ഈ പ്രമാണം വെച്ചതും ദൈവമല്ലേ. പക്ഷേ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണത്തിനകത്ത് നിന്നേ ദൈവം പ്രവർത്തിക്കും. ഇത് ദൈവം സ്വയം ചുമത്തിയ പരിമിതികളാണ്. ദൈവത്തിന് പരിമിതികളുണ്ടോ? ഉണ്ട്. നിങ്ങൾ അത് തിയോളജി പഠിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ദൈവത്തിന് പരിമിതിയുടെ ആവശ്യമില്ല.
ദൈവം അപരിമേയനാണ്. അങ്ങനല്ലേ നമ്മൾ പഠിക്കുന്നേ, ഇല്ലേ? ഗാഡ് ഈസ് ഇൻഫിനിറ്റ്. ദൈവം അപരിമേയനാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ ദൈവം മനുഷ്യന് മുൻപിൽ വെച്ചിരിക്കുന്ന പ്രമാണത്തിനകത്ത് നിന്നേ ദൈവം പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പ്രമാണത്തിൽ തന്നെ പരിമിതപ്പെടുത്തിയിരിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന ഇതാണ്, പരിശുദ്ധാത്മാവാണ് ഈ പ്രമാണം, പുതിയ നിയമ പ്രമാണം നമുക്ക് തന്നിരിക്കുന്നത്. അത് വളരെ വ്യക്തമായി ഉപദേശം എന്താണെന്ന് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത മറ്റേ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ചായി പഠിച്ചു വരുന്നതേ. സഭയുടെ ഉപദേശം എന്താണ്, ക്രിസ്തീയ ഉപദേശം എന്താണെന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ ആ ഉപദേശത്തിന് വിരുദ്ധമായി ദൈവാത്മാവ് ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. അതാ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ട് അതിനെല്ലാം ലംഘിക്കുന്ന നിലയിലുള്ള ഒരു പ്രവൃത്തി ദൈവത്തിൽ നിന്നും ഉണ്ടാകുന്നതല്ല. അതാണ് നമ്മൾ പറയുന്ന വ്യാജ ആത്മാവ്, ദുരാത്മാവ്, പിശാച് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തോന്നുന്നു, ഏതൊക്കെ ക്ലാസ്സിൽ ആരൊക്കെ എന്തൊക്കെ എടുക്കുന്നു എനിക്കിപ്പോ ഒരു ഊഹമില്ല. കാരണം പല ക്ലാസ്സുകൾ ഉണ്ടായിച്ചേ, 4-5 ദിവസം ക്ലാസ്സുകളാണ്. അപ്പൊ ആരോട് എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത് അങ്ങ് ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ട്, പലതും പല സബ്ജക്റ്റും കയറി വരുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതുകൊണ്ട് നിങ്ങളോട് ഞാനത് പറഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതികളാണ്. അപ്പൊ അതിനകത്ത് നിന്നേ ദൈവം പ്രവർത്തിക്കുന്നുള്ളൂ. അത് ദൈവത്തിന്റെ പരിമിതിയല്ല, ദൈവത്തിന് പരിമിതി ഇല്ല. എന്നാൽ ദൈവം സ്വയം ചുമത്തുന്ന ചില പരിമിതികൾക്കുള്ളിലേ ദൈവം പ്രവർത്തിക്കും. ഈ ആത്മനിറവ് അല്ലെങ്കിൽ ആത്മാഭിഷേകം, പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയിലേക്ക് ദൈവം കൊടുക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. എന്തിനാ? ഒരു വ്യക്തിയെ നിയന്ത്രിച്ചു നടത്താൻ. പാപസമ്പൂർണമായി ലോകത്തിൽ പാപത്തിൽ നിന്നും അകന്ന് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ഒരിക്കലും ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റുകയില്ല. ദൈവാത്മാവിന്റെ ശക്തി ഇല്ലാതെ ഈ പാപസമ്പൂർണമായ ലോകത്തിൽ നമുക്കൊരിക്കലും വിശുദ്ധനായി ജീവിക്കാൻ പറ്റുകയില്ല, അല്ലേ? കാരണം ഈ ലോകം, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോടത് പറഞ്ഞു, മറ്റേ ക്ലാസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നു, ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതാണ്, പിശാചിന്റെ അധീനതയിലാണ് ഈ ലോകം കിടക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സകല മാലിന്യങ്ങളും വെച്ചുകൊണ്ട് ദൈവമക്കളെ അവൻ വീഴിക്കാൻ ശ്രമിക്കും. പിശാചിന്റെ ഏകതന്ത്രം അതാണല്ലോ. പിശാച് എന്താ ചെയ്ത്? പിശാചിന് ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു, അവന് ദൈവത്തെ പോലെ ആകണം, അവന് ദൈവമാകണം. അതുകൊണ്ട് വിശുദ്ധ ദേവ പർവ്വതത്തിൽ ദൈവത്തിന്റെ മുകളിൽ സിംഹാസനം വയ്ക്കാൻ അവൻ ആഗ്രഹിച്ചു. അതാണല്ലോ പിശാചിന് വന്ന് പോയ വീഴ്ച. എസെക്കിയേൽ പ്രവചനത്തിലും യെശയ്യാ പ്രവചനത്തിലും നിങ്ങളത് വായിക്കുന്നുണ്ട്. പിശാചിനെ കുറിച്ചുള്ള അടിസ്ഥാന പാഠങ്ങൾ അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ മുകളിൽ, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ അവൻ സിംഹാസനം വയ്ക്കാൻ ആഗ്രഹിച്ചു. അവിടെ വെച്ചാണ് ദൈവം അവനെ വെട്ടി താഴെ വീഴ്ത്തി. അതായത് യെശയ്യാ പ്രവാചകൻ ചോദിച്ചത്, അല്ലേ, നിന്നെ ആര് വെട്ടി വീഴ്ത്തി എന്ന് ചോദിച്ചത്. ദൈവം അവനെ ശപിച്ചു, വെട്ടി വീഴ്ത്തി. അങ്ങനെ സത്യത്തിൽ പിശാചിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ദൈവം തന്റെ ദൂതന്മാര്, തന്റെ സേവകന്മാരായ ദൂതന്മാരെയായിരുന്നു സൃഷ്ടിച്ചത്. ആ ദൂതന്മാരിൽ പല അവാന്തര വിഭാഗങ്ങളുണ്ട്. അതിലൊരാളായിരുന്നു ഇന്ന് നമ്മൾ പിശാച് എന്ന് വിളിക്കുന്നവൻ. സത്യത്തിൽ അവന്റെ പേര് ലൂസിഫർ. ലൂസിഫർ എന്ന് പറഞ്ഞ വെളിച്ചവാഹി എന്നല്ലേ, അല്ലേ? ലൂസിഫർ, അരുണോദയ പുത്രൻ എന്നൊക്കെയല്ലേ വിളിച്ചിരിക്കുന്നത്. ദ സൺ ഓഫ് മോർണിംഗ്. പ്രഭാതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെളിച്ചം കൊണ്ടുവരുന്നു എന്നുള്ളതല്ലേ പ്രഭാതം. അപ്പൊ ആ വെളിച്ചത്തിന്റെ പുത്രൻ. സത്യത്തിൽ അവൻ വെളിച്ചത്തിന്റെ പുത്രൻ, അല്ലാതെ അവന് ഇരുണ്ടവനല്ല. നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ പിശാച് ഈ എന്താ പറയുന്നത്, കറുത്ത
കറുത്ത പെയിന്റ് അടിച്ച് തലയിൽ 2 കൊമ്പും ഒക്കെ വെച്ച് അമ്പ് പോലെ നീണ്ടൊരു വാലും വെച്ച് ഒനിഡായുടെ പരസ്യത്തിൽ കാണുന്നതാ നമ്മുടെയൊക്കെ മനസ്സിൽ ഇരിക്കുന്ന പിശാച്. അങ്ങനല്ലെന്ന്. അവൻ എന്ത് സുന്ദരനാണെന്നറിയാമോ? നിങ്ങള് യെശയ്യാപ്രവചനത്തിൽ വായിക്കണം. 12 വിധ രത്നങ്ങൾ കൊണ്ടാണ് അവനെ ഉണ്ടാക്കി വെച്ചിരുന്നത്. അവന്റെ ആ സൗന്ദര്യം തന്നെയാണ് നിഗളിക്കാൻ അവനെ കാരണമാക്കി മാറ്റിയത്. അത്രയും സൗന്ദര്യത്തോടെ അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതാ രസം. കാരണം മനുഷ്യനെ നിലത്തെ പൊടി കൊണ്ടാ. പക്ഷെ അവനെ അങ്ങനെ അല്ലായിരുന്നു. അവൻ ആത്മജീവിയാണല്ലോ. അപ്പോ 12 വിധ രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ കാണുന്ന രത്നമല്ല. പ്രവാചകന് ഇത് കണ്ടപ്പോൾ ആത്മീയ ഭാഷയിൽ പറയാൻ അറിയത്തില്ല. അപ്പോ അവന്റെ ശരീരത്തിൽ തിളങ്ങുന്ന ആ മുത്തുമണികൾ കണ്ടപ്പോൾ ഈ ലോകത്തിൽ അവൻ കണ്ടത് ചെറുതിനോട് സദൃശ്യവൽക്കരിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിശാച് ആത്മജീവിയാണ്. 12 വിധ മുത്തുകൾ എന്ന് പറഞ്ഞ ഈ ലോകത്തിലുള്ള മരതകവും ഗോമേതകവും വൈഡൂര്യവും ഒന്നും അല്ല അവനെ സൃഷ്ടിച്ചത്. മറിച്ച് ഇത് കണ്ടപ്പോൾ പ്രവാചകൻ അതൊക്കെ തോന്നി. അവനെ നിഗളിച്ചു. ദൈവത്തെ പോലെ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ അവന് സിംഹാസനം വയ്ക്കണം. അവിടെ നിന്നാണ് അവനെ വെട്ടിത്താഴെ വീഴ്ചത്. അവൻ താഴെ വീണു എന്ന് മനസ്സിലായപ്പോ അവന്റെ ഒരു കാര്യം എന്താണെന്ന് അറിയാം. അതിനുശേഷം ദൈവം തന്റെ സാമീപ്യത്തിനും തന്റെ സഹവർത്തിത്വത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി സൃഷ്ടിച്ച മനുഷ്യനെ വീരിക്കണം. കാരണം അവന്റെ സ്ഥാനത്തേക്ക് ഈ മനുഷ്യനെ ദൈവം കൊണ്ടുവരിക. വിശുദ്ധ ദേവപർവ്വതത്തിൽ അഗ്നിമയ തേരുകളുടെ നടുവിൽ, സത്യത്തിലെ അവിടെ അഗ്നിമയ കല്ലുകളുടെ നടുവിൽ എന്നൊക്കെയാ പറയേണ്ടത്, അവിടെ വിരാജിച്ചു കൊണ്ടിരുന്ന ഇവനെ വെട്ടിത്താഴെ വീഴ്ച കഴിഞ്ഞിട്ട് അവനുമായിട്ടുള്ള സഹവർത്തിത്വത്തിലായിരുന്നു ദൈവം പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴും അവന്റെ സാമീപ്യത്തിലായിരുന്നു ദൈവം. അപ്പൊ അത് കളഞ്ഞു. അവനെ ഉപേക്ഷിച്ചിട്ട് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് വെയിലാറുന്ന സമയങ്ങളിൽ ഏദൻ തോട്ടത്തിൽ ദൈവം ഇടയ്ക്കിടെ ചെന്ന സാമീപ്യവും ആ കൂട്ടായ്മ ബന്ധവും മനുഷ്യന് കൊടുത്തത് കണ്ടപ്പോ അവന് അസൂയ പൂണ്ടു. അത് തന്നെ ഈ മനുഷ്യനും ഉള്ളതേ ഇല്ലേ? ദൈവമായിട്ട് അടുത്ത് സഹകരിക്കാൻ കിട്ടിയ അവസരങ്ങൾ കണ്ടപ്പോ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന ഇവനും കൊടുക്കരുത് എന്നും പറഞ്ഞാണ് അവൻ വേഷം മാറി ഏദൻ തോട്ടത്തിൽ ചെന്നത്. അത് ആറവിന്റെ അടുക്കൽ ചെന്നാൽ കളി നടക്കുകയെന്നറിയാം. അതുകൊണ്ട് അതുകൊണ്ട് ഈ സ്ത്രീയെ കുറിച്ച് നമ്മൾ എടുത്തെടുത്ത് പറയുന്നതേ, ഭർത്താവില്ലാത്ത നേരത്തെ അവളുടെ അടുക്കൽ ചെന്നു. അവളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അത് പറിച്ചു തിന്നോ, നീ ദൈവത്തെ പോലെ ആവൂന്ന് പറഞ്ഞു. ആറാമിന്റെ അടുക്കലാണെങ്കിലുണ്ടല്ലോ നടക്കുകയില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ സഹോദരിക്ക് തലയ്ക്ക് വെളിവില്ലേ? ഒരൊറ്റ വാക്ക് ചോദിച്ചാൽ മതി, അങ്ങനെ ദൈവത്തെ പോലെ ആകുമെങ്കിൽ ഒരു കാര്യം ഇയാളൊന്നും തിന്നേ, എന്നിട്ട് ദൈവത്തെ പോലെ ആകും. ഇയാള് ദൈവത്തെ പോലെ ആകാൻ നോക്കിയിട്ട് താഴെ വീണിട്ട് നടക്കില്ലേ? പിന്നാണോ എന്റെ അടുക്ക വന്ന് ഇത് തിന്നാ ദൈവത്തെ പോലെ? ഒന്ന് ചോദിച്ചാൽ തീരാനുള്ളതേ ഉള്ളായിരുന്നു അവിടുത്തെ വിഷയം. നമ്മളെ ഈ പാപത്തിലൊന്നും മുക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ സഹോദരിയാണ് ഈ പണിയെല്ലാം ഒപ്പിച്ചു വെച്ചത്. നമ്മളും അനുഭവിക്കുകയായിരുന്നു. ആ സഹോദരി ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതിയായിരുന്നു, ദൈവത്തെ പോലെ ആകാൻ. എന്നാ ഒരു കാര്യം ചെയ്യും, പഴം ഇയാളൊന്നും നോക്കിയിട്ട് നടന്നില്ലല്ലോ, എന്നാ ഈ പഴം തിന്നിട്ട് ഇയാൾ അങ്ങോട്ടാകുക, എന്നിട്ട് ഞാൻ തിന്നാവുന്ന ഒറ്റ വാക്ക് പറഞ്ഞാൽ വാലും ചുരുട്ടിപ്പോയേനെ അവൻ. അവൻ പറഞ്ഞത് ദൈവവാക്യാണെന്ന് കണ്ട് മേടിച്ചങ്ങ് തിന്നു, പാപം ചെയ്തു. അപ്പൊ പിശാചിന്റെ എപ്പോഴും ഏറ്റവും പ്രധാന ലക്ഷ്യം എന്താണെന്നറിയാമോ? ഏറ്റവും വലിയ ലക്ഷ്യം ദൈവത്തെ, ആ മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ മെയിൻ സ്ട്രാറ്റജി. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം അതാണ്. എന്തു വില കൊടുത്തും ഏത് രൂപേണയും മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുക, അവനെ നാശത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുക. അത് ആ പദ്ധതിയിൽ പുറകോട്ട് പിടിച്ചു വലിക്കാൻ നോക്കും. അങ്ങനെ ഒത്തിരി പേര് അറിയിച്ചത് ചാടുന്നത്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ, അല്ലേ, സമാരാധനയ്ക്ക് വരികയില്ല, കൂട്ടായ്മയ്ക്ക് വരികയില്ല, വേറെ പുസ്തകം വായിക്കുകയില്ല, വേറെ പുസ്തകം പഠിക്കുകയില്ല. ഈ ഒരു ആരവത്വത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ പൂട്ടും കൂട്ടത്തിൽ പാട്ടും ഒക്കെ ആയിട്ട് ആത്മീയമായി ഒരു വർധനവും പ്രാപിക്കാൻ ഇഷ്ടമില്ലാത്ത
ഒരു വലിയ കൂട്ടം ആളുകൾ ഇന്ന് ദൈവസഭയ്ക്കകത്തുണ്ട്. അവരിങ്ങനെ കൂടിക്കെട്ടി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് രണ്ട് കാര്യം നടന്നാൽ മതി. പിള്ളേരുടെ കല്യാണവും നടക്കണം, ചത്ത കുഴിച്ചു കൂടണം. അതിൽ കൂടുതലൊന്നും വലിയ ഉദ്ദേശം അവർക്കുമില്ല. അപ്പൊ ഒന്നുകിൽ എന്ത് ചെയ്യുന്നറിയാമോ, മനുഷ്യനെ പുറകോട്ട് വലിക്കും. നീ അധികം പോകണ്ട, ഇവിടെ മേക്കെ മതി, ഇത്രയൊക്കെ പോയാൽ മതി, ഇത്രയൊക്കെ പോയാൽ മതി. നമുക്ക് വരാനല്ലോ ഏറ്റവും ആഗ്രഹം. എങ്ങനെയെങ്കിലും ആത്മീയത്തിൽ കുറഞ്ഞിരിക്കുന്നതാണ് നമുക്കും സന്തോഷം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സഭേരാനെ ചെന്നാൽ പോലും മുമ്പോട്ട് കയറിയിരിക്കാൻ നമുക്ക് മനസ്സില്ലല്ലോ, അല്ലേ? അവിടുത്തെ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ലല്ലോ. ആ പുറയിലെങ്ങാനും പോയിരുന്ന് തൊടെ താളോ അടിച്ച് ഒരു സല്യൂട്ട് അടിച്ചു പോരുക, അതിൽ കൂടുതലൊന്നും കാര്യമൊന്നുമില്ല ഇപ്പൊ പലർക്കും. ആരാധനയിൽ സജീവമായി പങ്കാളികളാകാൻ പോലും പലർക്കും താല്പര്യമില്ല. വായ തുറന്നൊരു ഹല്ലേലൂയ പറയാൻ പോലും പലർക്കും പറ്റുകയില്ല. ഇന്ന് നമ്മുടെ വിശ്വാസികളിൽ നല്ലൊരു പങ്കും രണ്ട് കാര്യത്തിനെ വാ പൊളിക്കൂ. ഒന്ന് വല്ലതും കഴിക്കാൻ, രണ്ട് വഴക്കുണ്ടാക്കാൻ. ഒരു സ്തോത്രം പറയാൻ പോലും അവര് വാ തുറക്കാറില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ പുറകോട്ട് പിടിച്ചു വരിക്കും. ഇനി അതുകൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ അവൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ, മുൻപോട്ട് പിടിച്ചു തള്ളും. ഞാൻ വാക്യം വെച്ചോണ്ടാ പറയുന്നത് കേട്ടോ. 2 യോഹന്നാൻ 9 വാക്യം വായിച്ചോണം. അവിടെയാ മുമ്പിൽ കയറി ഓടും, മുമ്പിൽ കയറ്റി ഓടിക്കും. എലിവേറി ചിലരുണ്ടല്ലോ, നമ്മുടെയൊക്കെ ആത്മീയ കോളത്തിൽ നിങ്ങൾ കണ്ടോണം. ചിലര് പുറകോട്ട് പോകുകയല്ല, അവര് എരിവേറി ദൈവിക പ്രമാണത്തെയും മറികടന്ന് ഓടിക്കളയും. ചിലക്ക് ഭയങ്കര ഞാന് പലയിടത്തും പഠിപ്പിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പറയാറുണ്ട്, ഈ അനാത്മീയതയേക്കാൾ അപകടകരമാണ് അതി ആത്മീയത. ചിലരങ്ങ് അരമണിക്കൂറൊക്കെ ഫാസ്റ്റാ. ജോസഫ് അരമണിക്കൂർ ഫാസ്റ്റാ, അങ്ങ് ഓടുക, പുറകോട്ട് പിടിച്ചാൽ കിട്ടുകയല്ല അവരെ. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രമാണം അവർക്ക് വിഷയമല്ല, അവരുടെ കണ്ണിൽ കാണുന്നതെല്ലാം ശരിയാ 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 എന്ന് പറഞ്ഞ് ഇവരങ്ങ് ഓടുക. നമ്മൾ ഈ കേൾക്കുന്നതിന്റെ അർത്ഥമൊക്കെ വചനത്തിലുള്ളത് തന്നെയാണോ എന്ന് ബരോവക്കാരായ വിശ്വാസികളെ പോലെ ഒരു നിമിഷം ഒന്ന് ഓർത്താൽ മതി. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും മറ്റുള്ളിടത്ത് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പോലെ ഒറ്റ പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെയാണോ അപ്പോസ്തലന്മാര് ചെയ്തത്? നമ്മൾ ഈ ചെയ്തതുപോലെയൊക്കെയാണോ 1-ാം നൂറ്റാണ്ടിലെ സഭ ചെയ്തത്? നമ്മൾ ആരാധനയാണെന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും ഒന്ന് ചിന്തിച്ചാൽ പോലെ ഇതാണോ 1-ാം നൂറ്റാണ്ടിലെ സഭ ചെയ്തത്? ഇതാണോ ആരാധന? ഇത് നമ്മൾ ഈ കാട്ടുന്നത് തന്നെയാണോ അപ്പോസ്തലന്മാര് ചെയ്തത്? അതാർക്കും ചിന്തയില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഒരു ചാലിൽ വീണതുപോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇന്ന് ആരാധനയാന്ന് പേരും, എന്തുവാ കുറെ ബഹളവും, കുറെ ആരവാരങ്ങളും, കുറെ ബഹളവും, ആവേശമാണ് ഇന്ന്. എവിടെ ചെന്നാലും ആവേശം. ഒരു ഫുട്ബോൾ മത്സരത്തിന് ഗാലറിയിൽ ഇരിക്കുന്ന പ്രതീതിയാണ് ഇന്ന് ദൈവസഭയിൽ ചെന്ന. അവിടെ ഭക്തിയില്ല, വിനയമില്ല, താഴ്മയില്ല, ആത്മശോധനയില്ല, ഏറ്റുപറച്ചിലില്ല. ഇന്ന് നമ്മൾ കാണുന്ന എന്താ, ആവേശം ആവേശം ആവേശം. നിങ്ങൾ ശ്രദ്ധിച്ചോ, പാട്ടുപാടാൻ മുൻപോട്ട് വരുന്ന ഗായക പ്രമാണിമാര്, അയ്യോ നമ്മുടെ വർഷിപ്പ് ലീഡേഴ്സ്, നിങ്ങൾ ആരെങ്കിലും ആരാധനയിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്നെങ്കിൽ ഞാൻ നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയുക. ഈ പാട്ട് പാടുന്നത് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിയാണോ? മുദ്രാവാക്യം വിളിയാണോ? അതാണോ യഥാർത്ഥ ആരാധന? ആവേശം ആവേശം ആവേശം. കൈ വെക്കണം, കൈ തുറക്കണം, കൈ ആട്ടണം, കൈ മുട്ടണം, അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുക്കണം, കൈ വീശണം. ആവേശമാണ്. എഴുന്നേപ്പിച്ചു നിർത്തി മനുഷ്യന്റെ ചൂരും കളയുന്ന പോലെ ശാരീരിക എക്സസൈസ് ചെയ്യുന്നതാണോ ആരാധന ഇന്ന് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നത്? പിന്നെ നല്ലതാ കേട്ടോ, ഈ വാദമുള്ളവര് അതിലൊക്കെ പോവാമെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ തിരിച്ചു പോരാ. ഏതായാലും വീട്ടിൽ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്നാ പിന്നെ ഞായറാഴ്ച പള്ളിയിലെങ്കിലും ചെന്ന് ചെയ്യേ അത് അങ്ങനെ കുറെ പ്രയോജനമുണ്ട് കേട്ടോ. ഈ വാദമുള്ളവർക്ക് കുറയുന്നുണ്ട്. ഈ കാരണം കൈ പൊക്കണം, കൈ താക്കണം, കൈ മുട്ടണം, കൈ കൊട്ടണം.
പിന്നെ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുക്കണം. അവൻ കൈ പിടിച്ച് കുലുക്കി വലിച്ച് നമ്മളെ ഒരു 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 വിധത്തിൽ കൊണ്ടെത്തിക്കും. അപ്പോ കൈയുടെ വേദന, സന്ധി വേദന, വാതു ഒക്കെ മാറിക്കിട്ടും. കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അതായിരുന്നോ 1-ാം നൂറ്റാണ്ടിലെ സഭ ചെയ്തത്? ഇതെന്നെ ഒന്ന് ചിന്തിക്കാത്ത, ഒറ്റ നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കാത്തത് തന്നെ. ഇതിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഞാൻ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിൽ, ഇന്നത്തെ സഭകളിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? എന്താണ് ആരാധന? നമുക്ക് സമയമില്ല, ഇതിനകത്ത് വരുന്നുമില്ല. ഇല്ലെങ്കിൽ ഞാനേ അതൊന്ന് പഠിപ്പിക്കാൻ എനിക്ക് വലിയ സന്തോഷമായി. ഈ ആരാധന എന്താണ്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് അത്. വാട്ട് ഈസ് വർഷിപ്പ്? എന്താണ് ആരാധന? 18 പാട്ട് കൂട്ടിക്കെട്ടി ഒരെണ്ണം നിർത്തുന്നത് എവിടെയാണെന്നും തുടങ്ങുന്നത് എവിടെയാണെന്നും അറിയത്തില്ല, അങ്ങ് പോവുക. ഒരേ താളവട്ടത്തിലുള്ള 18 പാട്ട് കൂട്ടിക്കെട്ടി എപ്പോഴാ? 2.5 മണിക്കൂർ പാട്ട്. അതിനിടയ്ക്കായി കൈ പൊക്കും, കൈ താക്കും, കൈ മുട്ടും ഒക്കെ നടക്കുന്നതേ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുക്കുക, അയാളെ ചുംബിക്കുക, എന്തെല്ലാം പരിപാടികൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ടെന്നറിയാമോ? ഇത് തന്നെ ആയിരുന്നു ആരാധന. പിന്നെ വർഷിപ്പ് ഡാൻസ്. വർഷിപ്പ് ഡാൻസ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ദൈവത്തിന് നാം ചെയ്യുന്നതൊക്കെ അതിന്റെ പൂർണ്ണതയിൽ ചെയ്യുമ്പോഴാണ് ആരാധനയാകുന്നത്. എനിക്കത് പറയുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ പാട്ടുകൾ പോലും നമ്മൾ ഒന്നുകൂടെ പൊളിച്ചെഴുതേണ്ടതുണ്ട്. കാരണം പഴയ നിയമത്തിലെ പാട്ട് എഴുത്തുകാരും ആ പാട്ട് കണ്ടക്ട് ചെയ്തവരും പ്രത്യേക താളത്തിലും ഈണത്തിലുമാണ്. നിങ്ങൾ സങ്കീർത്തനം നോക്കിയാൽ മതി കേട്ടോ. ആ സങ്കീർത്തനത്തിൽ ഇന്ന രാഗത്തിൽ, നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞ രാഗത്തിൽ ഓരോ രാഗം പറഞ്ഞിട്ടുണ്ട്. ആ കൃത്യം രാഗത്തിലും താളത്തിലും സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെയാണ് അവർ പാട്ടുപാടിയിരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പാട്ടിനെ ഈ കാറിക്കൂകുന്നതല്ല പാട്ട്. കാറിക്കൂകുന്നതല്ല പാട്ട്. പാട്ടെന്ന് പറഞ്ഞാൽ അതിന് ശ്രുതിയുണ്ട്, സ്വരസ്ഥാനങ്ങളുണ്ട്, താളമുണ്ട്, ലയമുണ്ട്. പിന്നെ ഇന്നത്തെ പിള്ളേര് പറയുന്ന പോലെ സംഗതികളും ഉണ്ട്. അത് അതിന്റെ പൂർണ്ണതയിൽ അർപ്പിക്കുമ്പോഴല്ലേ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്നത്. ഊനമില്ലാത്തൊരു മൃഗത്തെ യാഗമർപ്പിക്കുമ്പോഴല്ലേ ദൈവം പ്രസാദിക്കുന്നത്. ഊനമുള്ളതിനെ കൊണ്ട് യാഗമർപ്പിച്ചാൽ എന്ത് സംഭവിക്കുന്ന മലാക്കി പ്രവചനം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ദൈവത്തിന് അത് അറപ്പാന്നാ പറയുന്നത്. ഊനമുള്ളതിനെ യാഗമർപ്പിച്ചാൽ ദൈവത്തിന് അത് അറപ്പാന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാഗവും താളവും ശ്രുതിയും മേളവും താളവും ഒന്നുമില്ലാതെ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന പാട്ടുകൾ ദൈവം പ്രസാദിക്കുന്നതാണോ നിങ്ങൾ പറയുന്നത്? ദൈവത്തിന് ഏത് കൊടുത്താലും നന്നായി കൊടുക്കണം. ശരി, ചില വർഷിപ്പ് ഡാൻസ് ഇന്ന് നൃത്തം ചെയ്യണമെന്നാണല്ലോ ചിലർ പഠിപ്പിക്കുന്നത്. ഈ ചുമ്മാതെ ശരീരം വിട്ട് അളക്കുന്നത് ഡാൻസ് ആണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഡാൻസിന് അതിന്റെ ക്രമങ്ങളുണ്ട്, ചലനങ്ങളുണ്ട്, ലയവിന്യാസങ്ങളുണ്ട്, മുദ്രകളുണ്ട്, ചുവടുകൾ, സ്റ്റെപ്പുകളുണ്ട്. നൃത്തം അറിയാവുന്ന പഴയ നൃത്തം പഠിച്ചവരാരെങ്കിലും ഇതിനകത്ത് കാണുമായിരിക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ചുമ്മാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതാണോ ഡാൻസ്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആരാധനയ്ക്ക് നൃത്തം ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നവരോട് പറ, ചൊവ്വനേരെ ഒന്ന് ചിട്ട ചെയ്യേ, നമുക്ക് എല്ലാവർക്കും നല്ല ഡാൻസും കളിക്കാം. കുഴപ്പമില്ല. അല്ലാതെ ഈ കാട്ടിക്കൂട്ടുന്ന ഡാൻസ് പോലെ കുടിച്ചേച്ച് ശരീരം വിട്ട് അളക്കുന്നത് പോലെ ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അതാണോ വർഷിപ്പ് ഡാൻസ് എന്ന് പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഡാൻസ് എന്നല്ല, ഉഡാൻസ് എന്നാ പറയുന്നത്. ദൈവത്തിന് ഉഡാൻസ് ആണോ കൊടുക്കണ്ടേ? പോട്ടെ, ഞാനത് പറഞ്ഞു വന്നേ ഉള്ളൂ. എന്താ ചെയ്യുന്നറിയാമോ? പുറകോട്ട് പിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിശാച് ചെയ്യുന്നൊരു കാര്യം മുൻപോട്ട് തള്ളുക എന്നുള്ളതാണ്. അവനെ അങ്ങോട്ട് മുമ്പോട്ട് തള്ളും. അപ്പൊ അവനെന്ത് ചെയ്യും? പ്രമാണം വിട്ട്, ക്രിസ്തുവിന്റെ വചനം വിട്ട്. ഒന്ന് വായിച്ചോ, നിങ്ങൾ വായിച്ചതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 2 യോഹന്നാൻ എടുത്തേ. 2 യോഹന്നാന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 യോഹന്നാൻ 9.
ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല. കേട്ടോ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ, വസിക്കാതെ, പാർക്കാതെ അതിർക്കടന്നു പോകുക. കണ്ടോ, ഈ അതാ ഞാനിപ്പോ പറഞ്ഞ അതിർക്കടന്നു പോകുക. പ്രൊആഗോൺ എന്ന് പറഞ്ഞ ഗ്രീക്ക് പദമുണ്ട്. പ്രൊആഗോൺ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? മുമ്പിൽ കയറി ഓടുക എന്നാ. റൺ എഹെഡ്, തലക്കെ കയറി ഓടുക എന്നാ. തലക്കെ കയറി ഓടുക. പ്രൊആഗോൺ, അതിനാണ് അതിർക്കടന്നു പോകുക. പ്രൊആഗോൺ, PROAGON, ഗ്രീക്ക് പദം. പ്രൊആഗോൺ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ട്രസ്പാസ്, റൺ എഹെഡ്, മറികടന്നു പോകുക, അതിർക്കടന്നു പോകുക, മുമ്പിൽ കയറി ഓടുക. ഇതാ പിശാചിന്റെ രണ്ടാമത്തെ തന്ത്രം. ആത്മീയത്തിൽ ജനത്തെ പുറകോട്ട് പിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവൻ ചെയ്യുന്നൊരു കാര്യമാണ് മുൻപോട്ട് പിടിച്ചങ്ങ് തള്ളും. നമുക്കൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അനാത്മീയതയും അതിആത്മീയതയും ഒരുപോലെ അപകടകരമാണ്. നമ്മെ ദൈവകൃപയിൽ നിന്ന് വീഴ്ച കളയും. നിത്യതയിലെത്തുകയല്ല. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. നിത്യതയിൽ ചെല്ലണമെന്നല്ലേ? അതുപോലെ നിന്നെ വീഴിക്കാൻ വേണ്ടി പിശാച് കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്ന് ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം അതാണ് ശരി, ഇതാണ് ശരി എന്ന് നിങ്ങൾ പറയരുത്. അവസരമുണ്ടെ പിന്നെ പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കാണിക്കുവാൻ പിശാചിനും കഴിയും. പക്ഷെ ഇന്നിപ്പോ അതൊന്നും അല്ല നടക്കുന്നത്. തെറിച്ചു വീഴുക, അല്ലേ? കയ്യും കാലും വിട്ട് അടിക്കുക. അതുകൊണ്ട് എന്താ പ്രയോജനം കിട്ടിയെന്നാ വീണവരോടൊന്ന് ചോദിച്ചേ. വീണവരോടൊന്ന് ചോദിക്കണം. നിങ്ങൾക്ക് എന്താത്മീയ ഉത്തേജനം, എന്താത്മീയ പുരോഗതി കിട്ടി നിങ്ങൾ തെറിച്ചു വീണിട്ട്? ഒന്നും കിട്ടിയില്ല. പിന്നെന്തിനാ ഈ കാട്ടിക്കൂട്ടുന്നത്? ഇതിനൊന്നും ചെന്ന് നിന്നു കൊടുക്കരുത്. ഏതായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ത്യ പെന്തിക്കോസ്തൽ ദൈവസഭ IPCയുടെ കേന്ദ്ര കമ്മിറ്റി, ജനറൽ കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടി ഈ ലിക്വിഡ് ഫയർ പോലുള്ളത് ദുരുപദേശമാണെന്നും വചനവിരുദ്ധമാണെന്നും നമ്മുടെ സഭയിലുള്ള ആരും അവിടെ ചെല്ലുകയോ ആ ശുശ്രൂഷ ചെയ്തവരെയോ വിളിച്ചു വരുത്തി ശുശ്രൂഷ ചെയ്യിക്കരുതെന്ന് പറഞ്ഞ സർക്കുലർ അയച്ചു. ഞങ്ങൾക്ക് ദൈവദാസന്മാർക്കെല്ലാം കിട്ടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു സഭയുടെ നേതൃത്വം അതിന് തയ്യാറായി. ഇനിയിപ്പോ നമുക്ക് ഇതിനൊന്നും നേരമില്ലല്ലോ. വഴക്ക് തീർക്കാനേ നമ്മൾ കൗൺസിൽ കൂടുകയുള്ളൂ. പ്രദേശപരമായ പ്രശ്നങ്ങൾ സഭയ്ക്കകത്ത് ഉണ്ടാകുമ്പോ അത് വചനം വെച്ച് അത് ചർച്ച ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്ന് വിധിച്ച് സഭകൾക്ക് അറിവ് കൊടുക്കേണ്ടവരാണ് സഭയുടെ കേന്ദ്ര നേതൃത്വങ്ങൾ. അവർക്ക് അതിനൊന്നും നേരമില്ല. ഈ ആകപ്പാടെ ഉണ്ടാകുന്ന വഴക്ക്, സഭയ്ക്കകത്ത് ഉണ്ടാക്കുന്നത് ഭാഷന്മാര് തമ്മിൽ, സെന്ററിൽ തമ്മിൽ ഈ വഴക്ക് തീർക്കാൻ മാത്രമാണ് ഇന്നത്തെ നമ്മുടെ കൗൺസിലുകൾ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പ്രാവശ്യം IPCയുടെ കേന്ദ്ര നേതൃത്വം ചെയ്തത് ഞാൻ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആ സർക്കുലർ കിട്ടിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തെങ്കിലും ഉണ്ട് വയസ്സാറിന് വേണേ ഞാൻ അയച്ചു തരാം. അത് കാരണം IPCയിലെ പാസ്റ്റർമാർക്ക് മാത്രം അയച്ചു തരുന്നതാണത്. എങ്കിലും ഒന്ന് കാണാൻ വേണ്ടി ഞാൻ അയച്ചു തരാൻ കുഴപ്പമൊന്നുമില്ല. ഗുഡ് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. മലയാള മനോരമ പത്രത്തിലും വന്നു. പക്ഷെ പത്രത്തിലെ ദുരുപദേശങ്ങൾക്കെതിരെ ഉള്ളൂ, ലിക്വിഡ് ഫയർ നോക്കി എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ IPC അയച്ച സർക്കുലറിനകത്ത് ലിക്വിഡ് ഫയർ പോലെ ബാംഗ്ലൂരിൽ അരങ്ങേറുന്ന വചനവിരുദ്ധ പ്രതിഭാസങ്ങൾ തെറ്റാണെന്ന് തന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ നേതൃത്വം അത്ര ഉയർന്നല്ലോ അവസരത്തിനൊത്തേ. അതുകൊണ്ട് കാണുന്നതെല്ലാം ആത്മപ്രവൃത്തിയാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും ഷായി സാറിനോട് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം. പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചും ഒന്ന് പഠിക്കാം. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണത്. അപ്പൊ ഒരു കാര്യം ഞാൻ അന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ പറഞ്ഞതിൽ 2 പോയിന്റുകളാണ് പറഞ്ഞത്. നിങ്ങൾ പോയിന്റായിട്ട് കുറിച്ചെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് 2 പോയിന്റുകളാണ്. ഒന്ന്, ആത്മാവിൽ നിറയുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആജ്ഞയാണ്, ഉത്തരവാദിത്തമാണ്.
ഉത്തരവാണ്, കൽപ്പനയാണ്. അല്ലാതെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ, ഇഷ്ടം ഇല്ലാത്തവര് പോകണ്ട എന്നുള്ളതല്ല. ഇറ്റ്സ് എ കമാൻഡ് given by God. ദൈവത്താൽ നൽകപ്പെട്ടൊരു കൽപ്പനയാണ് ആത്മനിറവ്. അതാണ് നമ്മൾ ഒന്നാമത് ചിന്തിച്ചത്. രണ്ടാമത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ദിസ് കമാൻഡ് ഈസ് പ്ലൂറൽ. ഈ ആജ്ഞ ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് അതാണ്. എന്ന് പറഞ്ഞാൽ സഭയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ദൈവം കൊടുത്തൊരു വരദാനമല്ല ആത്മനിറവ്. സകലരും, കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമായവർ വരെ ആത്മാവിൽ നിറയപ്പെടണം. അത് സാധ്യമാണോ? സാധ്യമാണെന്ന് അനുഭവിച്ചു വളർന്നവനാ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. 6 വയസ്സുള്ളപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിലാണ് ദൈവം ഈ ദൈവാത്മ അഭിഷേകം എനിക്ക് തന്നത്. ദൈവം അന്ന് മുതൽ ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകളൊക്കെ വന്നിട്ടുണ്ടോ, കുറവുകൾ വന്നിട്ടുണ്ടെങ്കിലും ദൈവം പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു മാറ്റിയിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇന്നും ഞാൻ പ്രാപിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്, ദൈവാത്മാവിനെയാണ്. അത് ദുരാത്മാവല്ലെന്ന് എനിക്കിന്നും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റുകയെന്നൊന്നും ആരും പറയണ്ട കേട്ടോ. അത് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ദൈവസന്നിധി ഇരിക്കാൻ തയ്യാറായാൽ കുഞ്ഞുങ്ങളെയും ദൈവം നിറയ്ക്കും. അത് ഞങ്ങളുടെ സഭയിൽ എന്റെ പ്രായത്തിലുള്ളവർ അക്കാലത്ത് ആത്മനിറവില്ലാത്ത ആരുമില്ലായിരുന്നു. ഞങ്ങളെല്ലാം ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നവരാ, ഞങ്ങൾ കുഞ്ഞുങ്ങളല്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമായവർ സകലരും ആത്മാവിൽ നിറയപ്പെടണം. അതാണ് നമ്മൾ രണ്ടാമത് കണ്ടത്. ദിസ് കമാൻഡ് ഈസ് പ്ലൂറൽ. ഈ ആജ്ഞ എന്ന് പറയുന്നത് ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാവരെയും ഉദ്ദേശിച്ചാണ്. അല്ലേ? Be filled with the Spirit means you be filled with the Spirit. You is plural. That suggests the church. അത് സഭയെ ഉദ്ദേശിച്ചാണ്. അപ്പൊ ദൈവസഭയിൽ വരുന്ന ഓരോ വ്യക്തികളും ആത്മനിറവ് പ്രാപിച്ചിരിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇന്ന് ഞാൻ മൂന്നാമത്തെ പോയിന്റ് ഒന്ന് കവർ ചെയ്യാം. നിങ്ങൾ എഴുതണം. ഈ വേർഡ്, ഈ ആജ്ഞ, ദിസ് കമാൻഡ് ഈസ് ഇൻ ദി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ കമാൻഡ്, ഈ ആജ്ഞ തുടർച്ചാവർത്തമാനകാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. തുടർച്ചാവർത്തമാനകാലത്തിലാണ്. ആത്മാവിൽ നിറയപ്പെടും, ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് എന്നുള്ളതിനേക്കാൾ കീപ് ഓൺ ബീയിങ് ഫിൽഡ്, ആത്മാവിൽ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കൂ. സത്യത്തിൽ അങ്ങനെ അത് വായിക്കേണ്ടത്. മൂലഭാഷയുടെ വ്യാകരണം അനുസരിച്ചാണെങ്കിൽ, ഗ്രീക്ക് ഭാഷയുടെ വ്യാകരണം അനുസരിച്ചാണെങ്കിൽ എഫേസർ 5:18 നമ്മൾ വായിക്കേണ്ടത് ആത്മാവിൽ നിറയപ്പെട്ടുകൊണ്ടേയിരിപ്പീൻ. This command is in the present continuous tense. തുടർച്ചാവർത്തമാനകാലത്തില എന്ന് പറഞ്ഞാൽ, ഇനി കേൾക്കണേ, ആത്മനിറവെന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം പ്രാപിക്കേണ്ട ഒരു വരദാനമല്ല. ജീവിതത്തിൽ ഉടനീളം എന്നും എപ്പോഴും പ്രാപിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ആത്മനിറവെന്ന് പറയുന്നത്. ഇതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇന്നലെ പ്രാപിച്ച ആത്മനിറവ് കൊണ്ട് ഇന്നത്തെ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ പറ്റുകയില്ല. ഇന്ന് പ്രാപിച്ച ആത്മനിറവ് കൊണ്ട് നാളത്തേക്ക് നിലനിൽക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഇന്നത്തെ പ്രതിസന്ധികളെ അതിജീവിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ നിറയപ്പെടണം. എന്തിനാണ് ഈ ആത്മനിറവ് പ്രാപിക്കുന്നത്? അതൊന്ന് ഇടയ്ക്കൊന്ന് കയറ്റി പറഞ്ഞോട്ടെ. ഈ ആത്മാവിനെ ദൈവം നമുക്ക് തന്നത് എന്തിനാ? പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് ഞാൻ മുമ്പേ പറഞ്ഞു. അനുദിന ജീവിതത്തിൽ മാലിന്യങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും സ്വന്തം കഴിവ് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ, അതിജീവിക്കാൻ പറ്റുകയില്ല. ഇപ്പൊ ഇവിടെ എന്റെ മുൻപില്
10 കിലോ മട്ടയരി ഇരിക്കുക എന്ന് വെച്ചോ. 10 കിലോയുടെ ബാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. 10 കിലോയുടെ ഒരു ബാഗിനറെ കുറച്ച് മട്ടയരി കൊണ്ട് വെച്ചിട്ട് ഷായി സാർ എന്നോട് പറയുക, ഇത് വീട്ടിലോട്ട് കൊണ്ടുപോ, പിള്ളേർക്ക് കൊണ്ടുകൊടു എന്ന് പറഞ്ഞാൽ എപ്പോ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മതി, ഞാനതും കൊണ്ട് വീട്ടിൽ വരും. തരാൻ പറഞ്ഞതല്ല കേട്ടോ, തരികയും വേണ്ട, ഉദാഹരണം പറഞ്ഞതാണ്. എന്നാൽ അതേ സ്ഥാനത്തെ ഒരു 100 കിലോയുടെ ചാക്ക് മട്ടയരി കൊണ്ട് മുമ്പിൽ വെച്ചിട്ട് എന്നോട് പറയാതെ പ്രസംഗം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഇതും കൂടെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ 4 ചുറ്റും നടക്കും. ഇത് പൊക്കാവോ പിടിക്കാവോ എന്നൊക്കെ നോക്കി. എന്നെ കൊണ്ടൊരു രക്ഷയില്ല. 100 കിലോ ഒന്നും എടുക്കാനുള്ള ആരോഗ്യം എന്റെ അപ്പോ എനിക്കില്ല, എന്നെ കൊണ്ട് നടക്കുകയില്ല. ഇത് തന്നെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ വരുന്ന പല പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ പലപ്പോഴും നമ്മുടെ സ്വന്തം കഴിവ് പോരാ. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് അതിജീവിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആരുടെയും സഹായമൊന്നും വേണമെന്നില്ല. നമ്മുടെ സ്വന്തം പ്രാപ്തി കൊണ്ടും കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ പല പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. പക്ഷെ എല്ലാം അതിജീവിക്കാൻ പറ്റില്ല. ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്കെതിരെ വരുന്ന പല കുരിശുകളും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിന് ദൈവം തന്നിരിക്കുന്ന സൂപ്പർ നാച്ചുറൽ പവറാണ്, മനുഷ്യാതീതമായ ശക്തിക്ക് വിളിക്കുന്ന പേരാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലായോ? പലരും ഓർക്കുന്നത് ഈ പരിശുദ്ധാത്മ ശക്തി എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയാൻ മാത്രമുള്ളതാണെന്നാ. ആത്മനിറവുള്ളവർ അന്യഭാഷ പറയണം കേട്ടോ. നിങ്ങളെക്കാൾ അധികം ഞാനും പറയുന്നു, പൗലോസ് പറയുന്ന പോലെ പറയാൻ ഇഷ്ടപ്പെടുന്നയാളാണ്. പക്ഷെ അന്യഭാഷ കൊണ്ട് തീരരുത്. അന്യഭാഷ പറയാനല്ല ദൈവം തന്റെ ആത്മാവിനാൽ നമ്മളെ നിറച്ചത്. പിന്നെന്തിനാ? നമ്മുടെ ജീവിതത്തിനെതിരെ വരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും വൈശാരിക വെല്ലുവിളികളും അശുദ്ധിയും പാപവും സ്വന്തം കഴിവ് കൊണ്ട് അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ സ്വർഗം തന്നിരിക്കുന്ന പ്രകൃത്യാതീത ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആത്മാവിൽ നാം നിറയപ്പെട്ടുകൊണ്ടിരുന്നാൽ ഏത് പ്രതിസന്ധി നമുക്കെതിരെ വന്നാലും പുഷ്പം പോലെ നമുക്കതിനെ പൊക്കിയെടുക്കാൻ കഴിയും, അതിനെ മാറ്റിക്കളയാൻ കഴിയും. ഇത് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് നല്ല പരിജ്ഞാനം ഉണ്ടല്ലോ ഈ കാര്യത്തില്. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ? ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ട് വരും അല്ലെ? ചില തീയൊക്കെ ഇങ്ങോട്ട് വരും ജീവിതത്തിൽ. നമ്മൾ നിലവിളിച്ചു പോകും, എന്റെ ദൈവമേ ഇതെങ്ങനെ, ഇത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഇതെങ്ങനെ നിൽക്കും? നിങ്ങൾക്കറിയാം, ഒരിക്കകത്തോട്ട് കയറി മുഴങ്കാലിലിരുന്ന് ആത്മാവിൽ ഒന്ന് ആരാധിച്ച് ബലപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്ന പ്രശ്നം എവിടെ പോയെന്ന് നമ്മള് അറിയല. ഇല്ലേ? അനുഭവമുള്ളതല്ലേ? ഞാനിത് പറഞ്ഞു തരണ്ടല്ലോ. എത്രയെത്ര പ്രതിസന്ധികളെ, എത്രയെത്ര പ്രശ്നങ്ങളെ നമ്മൾ പുഷ്പം പോലെ അതിജീവിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. എന്റെ ചെറുപ്പത്തിലെ നടന്നൊരു സംഭവം ഞാൻ പറയാം. ഞാനെന്നെ വളർക്കുന്ന കുഞ്ഞുങ്ങളാണ്. എന്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തി, മാതാവിന്റെ ജ്യേഷ്ഠത്തി ഭയങ്കര കാഴ്ചപ്പാടും വെളിപ്പാടും ദർശനവും ഒക്കെ ഉള്ള ഒരു മാതാവാണ്. അവര് ചില ദിവസങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന് വീട്ടിൽ നിൽക്കുക. ആദ്യ ദിവസങ്ങൾ 1-2 ആഴ്ച ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അല്പം ചെവി കേൾക്കുകയായിരുന്നു അന്നേ അമ്മച്ചിക്ക്. പക്ഷേ പ്രാർത്ഥന എന്ന് പറഞ്ഞ തീയ. അമ്മച്ചിയെ കാണുന്ന പോലും പേടിയാ. കാരണം എന്താണെന്നറിയാമോ? കണ്ണ് പോലും അടയ്ക്കാതെ നമ്മുടെ മുഖത്തോട്ട് നോക്കി വേണേ പ്രവചനം പറഞ്ഞു കളി. ഞങ്ങൾക്കൊക്കെ പേടിയാ സത്യത്തിൽ. അമ്മച്ചി എന്ന് പറഞ്ഞാല് അമ്മച്ചി വരുമെന്ന് കേട്ടാൽ തന്നെ ഞങ്ങൾക്കൊക്കെ ഭയമാനം. അപ്പൊ ഒരു ദിവസം രാവിലെ കുടുംബ പ്രാർത്ഥന ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ് എന്റെ അപ്പനോട് അമ്മച്ചി പറഞ്ഞു, ഞങ്ങള് അമ്മച്ചിയുടെ പിള്ളേര് എന്റെ അപ്പനെ എന്ന് പറഞ്ഞ അനിയത്തിന്റെ ഭർത്താവാണല്ലോ, ഉപ്പാപ്പ എന്നാണ് ഞങ്ങളുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഉപ്പാപ്പ എന്നാ വിളിക്കുന്നത്.
അതുകൊണ്ട് അമ്മച്ചി അങ്ങനെ ഉപ്പാപ്പ എന്നാ വിളിക്കുന്നത്. അനിയനാണ്, സത്യത്തെ അനിയെന്ന് പേര് വിളിച്ചാൽ മതി, പക്ഷെ ഉപ്പാപ്പ പിള്ളേര് വിളിക്കുന്നത് പോലെ ബഹുമാനിച്ച്. കാരണം കർത്തൃസേവയിലും എന്റെ അപ്പച്ചനും കർത്തൃസേവയിലാണ്, ഈ അമ്മച്ചിയുടെ ഭർത്താവും കർത്തൃസേവയിലാണ്, ജ്യേഷ്ഠത്തിയുടെ ഭർത്താവും കർത്തൃസേവയിലാണ്. ഒരു ദിവസം രാവിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറഞ്ഞു, ഉപ്പാപ്പ ഇന്ന് ദൈവാത്മാവ് ഒരു കാര്യം കാണിക്കുന്നുണ്ട് കേട്ടോ, ഒരു വലിയ പ്രശ്നം വരുന്നുണ്ട്, ഒരു വലിയ പ്രതിസന്ധി വരുന്നുണ്ട്, പക്ഷെ ദൈവം വിടുതൽ അയച്ചിട്ടുണ്ട് കേട്ടോ, പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം വിടുതൽ അയക്കുമെന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഇവരിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വളരെ ശക്തിപ്പെട്ടു, പ്രാർത്ഥിച്ചു. ഏത് പ്രതിസന്ധി ആയിരുന്നെങ്കിലും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ശാസിക്കുന്നു ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാം കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ബലപ്പെട്ടു, എഴുന്നേറ്റു. അന്ന് ഉപദേശിമാര് വീട്ടിൽ ഇരിക്കുകയല്ലോ, രാവിലെ അങ്ങ് ഇറങ്ങുമല്ലോ, പല വീടുകളിലൊക്കെ കയറി പ്രാർത്ഥിക്കാൻ കാണും, ട്രാക്ട് കൊടുക്കാൻ കാണും. അപ്പോ എന്റെ അപ്പച്ചൻ രാവിലെ സുവിശേഷ വേലയ്ക്ക്, കർത്താവിന്റെ വേലയ്ക്ക് പ്രമാണിച്ച് അങ്ങ് പോയി, വീട്ടിൽ നിന്ന് പോയി. ഞങ്ങള് കുഞ്ഞുങ്ങള് വീട്ടിൽ അവധി ദിവസമാണെന്ന് തോന്നി, ഞങ്ങളൊക്കെ വീട്ടിലുണ്ട്, അമ്മച്ചി വീട്ടിലുണ്ട്. അവര് പ്രാർത്ഥനയും ഉപവാസമൊക്കെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് അനിയത്തി എന്റെ അമ്മച്ചിയുടെ ജ്യേഷ്ഠത്തി അവര് പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുകയായിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞ് 2-3 മണിയായപ്പോ തളർന്ന് മടുത്ത് ക്ഷീണിച്ച്, അന്ന് പൈസയൊന്നും ഇല്ലാത്ത കാലമാണല്ലോ, ദാരിദ്ര്യത്തിന്റെ കാലമാണല്ലോ. ഒന്നേ കഴി വെച്ച് ഹോട്ടലിൽ കയറാനോ ചായ കുടിക്കാനോ ഒന്നും പൈസയില്ല. വെള്ളത്തിനും പച്ചവെള്ളം വല്ലതും മേടിച്ച് കുടിച്ച് ഒരു 2-3 മണിയായപ്പോഴത്തേക്ക് എന്റെ പിതാവ് മടങ്ങി വന്നു. സുഷെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നു. ഇത്തിരി ആഹാരമൊക്കെ കഴിച്ച് ആ നടപ്പിന്റെ ക്ഷീണവും വെയിലും ചൂടും ഒക്കെ നിമിത്തം ഒന്ന് കയറി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. നല്ല ഉറങ്ങത്തില്ല. അപ്പൊ ഞങ്ങള് കുട്ടികളൊക്കെ ഇങ്ങനെ മുറ്റത്ത് കളിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ആരവാരം കേൾക്കാം, ഒരു വലിയ ബഹളം. അയൽവക്കംകാരെല്ലാം പേപ്പട്ടി വരുന്നേന്നും പറഞ്ഞ് ബഹളം വെക്കുക. എന്താണെന്നറിയോ, ഞങ്ങളുടെ നാട്ടില് ഒരു പേപ്പട്ടി ഇറങ്ങി കണ്ണിൽ കണ്ടതിനെയൊക്കെ കടിച്ചു, പശുവിനെയും ആടിനെയും ഒക്കെ കടിച്ച് ഇത് നേരെ വന്ന് ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്തേക്ക്, ഞങ്ങളുടെ വീടിരിക്കുന്ന ഭാഗത്തേക്കാ ഓടി വരിക. ഞങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ എന്റെ രണ്ടാമത്തെ ചേച്ചി, അവളൊരു അന്നത്തെ രീതി അനുസരിച്ച് നിങ്ങൾക്കറിയാം, ഒരു കുട്ടി പെറ്റിക്കോട്ടുമൊക്കെ ഇട്ട് മുറ്റത്ത് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ നായി ഓടി വന്നിട്ട് അവളെ ആക്രമിക്കാനായിട്ടാ വരുന്നത്. പേപ്പട്ടി അപ്പുറത്തും ഇപ്പുറത്തും പശുവിനെയൊക്കെ അടിച്ചു. ഈ ബഹളം കേട്ട് എന്റെ അപ്പച്ചൻ ഉറക്കച്ചടവിൽ എഴുന്നേറ്റ് വന്നു. ആരാ എന്താന്നൊക്കെ ചോദിച്ച് ബഹളം കേട്ട് എഴുന്നേറ്റ് വരികയാണേ. എന്താണെന്നൊന്നും സർകാരബോധം ഇല്ല, കാരണം നല്ല ഉറക്കത്തിലായിരുന്നു. എന്താണ് മനസ്സിലായില്ല. അപ്പൊ മുറ്റത്തോട്ടിറങ്ങി നോക്കിയപ്പോ മകളുടെ നേരെ ഒരു പട്ടി ചീറി അടുക്കുന്നതാകണം. ഓടി അതിന്റെ മുൻപിൽ ചെന്നിട്ട്, കയ്യിലൊന്നുമില്ല, ഉറക്കത്തിലല്ലേ, ഒരു സംവിധാനമില്ല, പെട്ടെന്ന് മുറ്റത്തുനിന്നും കുറച്ച് മണലങ്ങ് വാരി ഈ പട്ടിക്ക് നേരെ അങ്ങെറിഞ്ഞു. പേപ്പട്ടിയെ മണൽ കൊണ്ട് എറിഞ്ഞാൽ നീക്കുവോ? അതുകൊണ്ട് ഒരു കാര്യം പറ്റി, എന്താണെന്നറിയാമോ, എന്റെ സഹോദരി അങ്ങ് ഓടിപ്പോയി ആ നേരം കൊണ്ട്. അപ്പൊ പേപ്പട്ടി നേരെ എന്റെ അപ്പന്റെ നേരെ തിരി ചാടി കുതിച്ച് മുകളിലേക്കൊരു വരവാൻ. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ, ഉറക്കച്ചടവാണല്ലോ. എന്റെ അപ്പൻ പെട്ടെന്ന് കൈ അങ്ങോട്ട് നീട്ടി ഇതിനെ പിടിക്കാനാ, ഇടത് കൈയിൽ ആ നായുടെ കഴുത്താ കിട്ടിയത്. കൃത്യം പിടി വീണു. മനസ്സിലായോ? ഒരു മർമാണി ചെയ്യുന്നത് പോലെ ആയിപ്പോയി. ഒറ്റ പിടുത്തം അതിന്റെ കഴുത്തിനിട്ടങ്ങ് പിടിച്ചു. മറ്റേ കൈയും കൂടെ എടുത്ത് പിടിച്ചു. പേപ്പട്ടി കടന്ന് ബഹളം വെക്കുക. അപ്പനെ വിടുകയില്ല, അതിനെ നല്ല മുറുക്കെ അങ്ങ് പിടിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒരു കല്ലിൽ തട്ടി അപ്പച്ചൻ പുറകോട്ടങ്ങ് വീണു. ഈ നായ നെഞ്ചത്ത് കിടക്കുക, ഇതിനെ മുറുക്കെ പിടിച്ചിരിക്കുക. ഓ, പേപ്പട്ടി വരുന്നതെന്ന് പറഞ്ഞ് ഓടി വന്ന നാട്ടുകാരെല്ലാം ഇത് കണ്ടപ്പോ, അയ്യോ ഉപദേശിയെ പേപ്പട്ടി കടിച്ചു എന്നും പറഞ്ഞ് അവര് മാറി നിൽക്കുക. എന്റെ അപ്പച്ചൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ വന്ന് ഇതിനെ തല്ലിക്കൊന്നോ, ഞാൻ വിടുകയില്ല, നിങ്ങളെ ആരെ ഉപദ്രവിക്കുകയില്ല, എന്നെ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് ഇത് ആരെ ഉപദ്രവിക്കാത്തത്, നിങ്ങളെ ഞാൻ വിടുകയില്ല, നിങ്ങളെ പിടിച്ചോ. എന്റെ പിടുത്തം കറക്റ്റാ, നിങ്ങൾ തല്ലിക്കൊന്നോളാൻ പറഞ്ഞു. എന്റെ അപ്പന്റെ പുറത്ത് കിടക്കുക ഈ പേപ്പട്ടി, ആരെങ്കിലും തല്ലിക്കൊല്ലുവോ? അമ്മച്ചിയോട് പറഞ്ഞു, നീനെ തല്ലിക്കൊല്ലാൻ പറഞ്ഞു. അമ്മച്ചിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? അപ്പം കിടക്കുക. പെട്ടെന്നുള്ള ധൈര്യത്തിൽ എവിടുന്ന് ഒരു തടിക്കഷ്ണം എടുത്തുകൊണ്ട് വന്ന് ഇതിന്റെ താഴെ അങ്ങ് തല്ലാൻ തുടങ്ങി.
തല്ലി 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 അതിന്റെ കണ്ണ് രണ്ടും വെളി വന്നു. എന്റെ അപ്പച്ചന്റെ ദേഹത്ത് മുഴുവൻ അതിന്റെ രക്തവും മാന്തിപ്പറിച്ചതിന്റെ പാടും ശരീരം മുഴുവൻ മാന്തി കീറി അതിന്റെ ഉമിനീരും എല്ലാം ദേഹത്ത് കടിച്ചില്ല. അതിനെ കടിച്ചില്ല, ദേഹം മുഴുവൻ മാന്തി കീറി. അവസാനം അമ്മച്ചി തല്ലി തല്ലി ഇത് തലവെളി വന്നപ്പോ പറഞ്ഞു, മതിയടി നിർത്തിക്കോ, ഇത് ചത്തം തോന്നുന്നു പറഞ്ഞു. അപ്പോഴമ്മച്ചി അടി നിർത്തിയത് പരാക്രമത്തിലുള്ള അടിയല്ലായിരുന്നു. അതിനെ എടുത്ത് അങ്ങോട്ട് ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോ ദേഹം മുഴുവൻ രക്തം, മാന്തി കീറിയ പാടുകൾ. എല്ലാവരും ബഹളം വെച്ചു, ഉപദേശിയെ കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾക്കറിയായിരിക്കും, നമ്മള് പെന്തിക്കോസുകാരൊന്നും ആശുപത്രി പോകുന്നവരായിരുന്നില്ല. ഇപ്പോഴല്ലേ അതൊക്കെ നമ്മൾ പോകാൻ തുടങ്ങി. അന്ന് പോവുകയില്ല, എന്ത് വന്നാലും ആശുപത്രി പോകുന്നു, പ്രശ്നമില്ല. ഞങ്ങളുടെ കുടുംബമൊക്കെ അങ്ങനെ നിന്നവരാ. അപ്പച്ചൻ അമ്മച്ചിയോട് പറഞ്ഞു, ഇനി വെള്ളം നന്നായിട്ടങ്ങ് ചൂടാക്കാം. നന്നായിട്ട് വെള്ളം ചൂടാക്കി നല്ല ചൂടുവെള്ളത്തിലുണ്ടോ തലയിലോട്ട് കോരി ഒഴിച്ചത് മൊത്തം നന്നായിട്ടങ്ങ് കുളിച്ചു. 2 പാത്രം ചെരുവം വെള്ളത്തിൽ കുളിച്ച് നല്ല ശുദ്ധമായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഇങ്ങനെ എടുത്തോളാൻ പറഞ്ഞു. 1 പാത്രം വെളിച്ചെണ്ണ കൊണ്ട് എടുത്തു കൊടുത്തപ്പോ കയ്യിൽ വെച്ചിട്ട്, കർത്താവേ, സഭയിലെ മൂപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ലേ പറയുന്നത്. കാരണം അപ്പച്ചൻ മൂപ്പനാണല്ലോ, അതുകൊണ്ട് ഞാനത് ദൈവകരങ്ങളിലേക്ക് തരികയാണ്. ഇതിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങണം. ഇതിൽ പരിശുദ്ധാത്മ ഒരു ദോഷവും വരാൻ ഇടവരുത്തരുതെന്ന് പറഞ്ഞിട്ട് ഈ എണ്ണ നന്നായിട്ട് ആ മുറിവിലെല്ലാം തേച്ചു. ശരീരം മുഴുവൻ അമ്മച്ചി കൊണ്ട് തേച്ചു. അപ്പൊ ഈ സംഭവം നാട്ടിൽ ഓട്ടായി. ആളുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരാനുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ചില പ്രമാണിമാർ, അന്ന് രാഷ്ട്രീയത്തിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ചില പ്രമാണിമാർ ചുറ്റും അയൽവക്കത്തൊക്കെ ഉണ്ട്. അവരെല്ലാം വന്നു. എവിടെയൊക്കെ ആയിരുന്നു, അവരെല്ലാം ഫോൺ വിളിച്ചറിയിച്ചു. എന്തിനാ വന്നെന്നറിയാമോ? പേപ്പട്ടി കടിച്ചാൽ പൊക്കിളിന് ചുറ്റും അന്ന് 18 കുത്തിവെപ്പ് എടുക്കണം. 18 കുത്തിവെപ്പ്. അവര് പറഞ്ഞു, അതിവിടെ ഒന്നും ചെയ്യണ്ട, ഉപദേശിയെ ഞങ്ങൾ വെല്ലൂര് കൊണ്ടുപോകും. ഉപദേശം ഒന്നും അറിയണ്ട, കൊണ്ടുപോകുന്നതും കൊണ്ടിരുന്നതും ചികിത്സിക്കുന്നെല്ലാം ഞങ്ങൾ ചെയ്തോളാം. പേപ്പട്ടി കടിച്ചാൽ മാത്രമല്ല, പേപ്പട്ടിയുടെ ഉമിനീര് വീണാലും അതിന്റെ രക്തം വീണാലും പേളകും. തല തല്ലിപ്പൊട്ടിക്കുകയില്ലേ, നെഞ്ചത്തിട്ടോണ്ടല്ലേ തല്ലി പൊട്ടിച്ചത് മുഴുവൻ ൂക്കും കണ്ണിൽ വായും ഒക്കെ പോയില്ലേ. അതുകൊണ്ട് ഉപദേശി പേടിക്കരുത്, ഞങ്ങൾ കൊണ്ടുകൊള്ളാം. എത്ര രൂപയാണെങ്കിലും ഞങ്ങൾ മുടക്കിക്കൊള്ളാം. ഉപദേശി ഒരുങ്ങാൻ പറഞ്ഞു. എന്റെ അപ്പച്ചനവരോട് പറഞ്ഞെന്താണെന്നറിയാമോ? അതിനു മുൻപേ ഞാനൊരു വലിയ വൈദ്യന്, പരമവൈദ്യനോട് പറഞ്ഞിട്ടുണ്ട് കാര്യം. എനിക്ക് മരുന്നും തന്നു, എന്നെ ഇനി എങ്ങും കൊണ്ടുപോകണം. അവര് വന്ന് കുറച്ച് വഴക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും സംഭവിച്ചാൽ ഒരൊറ്റ പെന്തിക്കോസുകാരനെ ഞങ്ങൾ വെറുതെ വിടുകയെന്ന് പറഞ്ഞു. നമ്മളെ സന്തോഷം എന്താ അറിയോ? രാവിലെ ദൈവാത്മാവ് അറിയിച്ചിട്ടാ ഈ സംഭവം നടന്നതേ. ദൈവാത്മാവ് ഇത് അറിയിച്ചല്ലോ. അമ്മച്ചി വീട്ടിൽ ഉണ്ട് താൻ. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമോ, അതിന്റെ പിറ്റേന്നും അടുത്ത ദിവസങ്ങളിലുമായി ഈ പേപ്പട്ടി ഓടി വരവേ കടിച്ച പശുവിനും ആടിനും പേയളകി. നാട്ടുകാർ ഓടിക്കൂടി ഒരു പശു, ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു പശുവിനെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പേപ്പട്ടി കടിച്ച ഒരു പശു പട്ടി കുരയ്ക്കുന്നത് പോലെ കുരയ്ക്കുന്നു. ചെറുപ്പത്തിൽ കണ്ട കാര്യം ഞാൻ ഈ പറയുന്നു. പട്ടി കുരയ്ക്കുന്ന പോലെ ഈ പശു കുരയ്ക്കുന്നു. ആളുകൾ ഓടിക്കൂടി, നാട്ടുകാരും ഇന്നത്തെ പോലെ അല്ല. സംഭവം ഉണ്ടായ നാട്ടുകാരെല്ലാം വരുമല്ലോ. ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ. നാട്ടുകാരെല്ലാം വന്നു, 4 ചുറ്റും നിന്ന് ആ പശുവിനെയും ആടിനെയും ഒക്കെ അടിച്ചു കൊന്നു. അപ്പോഴും സന്ദേഹം എന്താണെന്നറിയാമോ? അടുത്തത് ഉപദേശിക്കാൻ ഇളകുന്നത്. പിന്നെ വന്നു രാഷ്ട്രീയക്കാര്, നാട്ടുപ്രമാണിമാര് വന്നു. ഉപദേശിച്ച് കൊച്ചുകളിയല്ല, ഇത് കുട്ടിക്കളിയല്ല. ഞങ്ങൾ പശുവിനെ കൊന്നച്ചാ വന്നത്. അതിനെ ഒന്ന് കടിച്ചതേ ഉള്ളൂ, ഉപദേശി ഒന്നല്ല, ദേഹം മുഴുവൻ മാന്തി കീറിയിട്ടുണ്ട്. അതുകൊണ്ട് അബദ്ധം കാട്ടരുത്, മണ്ടത്തരം പറയരുത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഒരെണ്ണത്തിനെ പ്രാർത്ഥനക്കാരെ ഞങ്ങൾ വെറുതെ വിടുകയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും ഉണ്ടാകുകയല്ല. എന്റെ ദൈവം വലിയവരാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, ഇതെന്റെ ചെറുപ്പത്തിൽ നടന്ന സംഭവമാണ്. ഞാൻ വിവാഹവും കഴിച്ചു, എനിക്ക് 2 കുഞ്ഞുങ്ങളുമായി. അതിനുശേഷം ഈ നല്ല വാർദ്ധക്യത്തിൽ 19 വയസ്സിന് മേൽ പ്രായമുള്ളപ്പോഴാണ് എന്റെ അപ്പച്ചൻ കടന്നുപോയത്.
പട്ടിയുടെ ശക്തി ഒന്നും അവിടെ ഏറ്റില്ല. ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കൈകാര്യം ചെയ്യാൻ വയ്യാത്ത ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരും. അതിനെ അതിജീവിക്കാനാണ് ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പണ്ടത്തെ അനുഭവങ്ങളാകട്ടോ, ഇന്നും ആ പണ്ടത്തത് മാത്രമല്ല, ഇന്നും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്, ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആത്മനിറവില്ലെങ്കിൽ ഭൂമിയിലായിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ ക്ലാസ്സിൽ ആത്മനിറവ് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആത്മാവിനാൽ നിറയപ്പെടണേ. ഇത് കുട്ടിക്കളിയല്ല, ആത്മാവിനാൽ നിറയപ്പെടണം. ഇത് തുടർമാനം പ്രാപിക്കണം, തുടർമാനം പ്രാപിക്കണം. അതിന്റെ കാര്യം എന്നാന്നറിയാമോ? ഇനി ഈ കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഒന്ന് വായിച്ച് 2 കൊരിന്ത്യർ 4:7. 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം നിങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ അത്യന്ത ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടല്ലോ, ഇത് എവിടെയാ പകർന്നിരിക്കുന്നത്? ഞങ്ങളുടെ സ്വന്തമൊന്നുമല്ല, ഞങ്ങൾ ഉണ്ടാക്കിയതുമല്ല. ഈ ആത്മശക്തി പകർന്നിരിക്കുന്നത് എവിടെയാ? ഈ മൺപാത്രത്തിലാണ്. ഈ മൺപാത്രം, ഇത് മൺപാത്രമല്ലേ? ഒത്തിരി ബലഹീനമാണിത് അല്ലേ? ഒത്തിരി നിസ്സാരമാണ് ഈ ശരീരം. രോഗങ്ങളും പ്രശ്നങ്ങളും വീഴ്ചകളും ബലഹീനതകളും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ശരീരത്തിലാണ് ഈ അത്യന്ത ശക്തി, ഈ അജയ്യമായ ശക്തി, തോൽപ്പിക്കാനാവാത്ത ശക്തി. ഇത് പകർന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ ഈ മൺകൂടാരത്തിലാണ്. അത് തന്നെ ഒന്ന് ഓർത്താലുണ്ടല്ലോ, ആത്മാവിലാകാൻ അത് മതി. എനിക്ക് ക്ഷീണമുണ്ട്, രോഗങ്ങളുണ്ട്, ഒത്തിരി ബലഹീനതകളുണ്ട്. എന്റെ ഉറപ്പ് എന്നാണെന്നറിയാമോ? ഇതിനകത്ത് പുറമേ ഞങ്ങൾ ബലഹീനരാണെങ്കിലും, പുറമേ ഞങ്ങൾ നിസ്സാരന്മാരാണെങ്കിലും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അകത്തിരിക്കുന്നത്. അതാ ധൈര്യം, അതാ ധൈര്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ട്. സഹോദരിമാർ ഇവിടെ ഉണ്ടല്ലോ, ഒരു മൺപാത്രത്തിൽ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളൊന്നും മൺപാത്രം ഇല്ലല്ലോ അല്ലേ? പഴയ ആളുകൾക്കറിയാം, ഒരു മൺകലത്തിനകത്ത് നിറയെ വെള്ളം പിടിച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ചേ, നിറയെ വെള്ളം, തുളുമ്പ വെള്ളം വെച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ചേക്കുക. 2 ദിവസം കഴിഞ്ഞ് അടപ്പെടുത്തു നോക്കിയാൽ അറിയാം, ആ വെള്ളം ഒരു ഭാഗം എവിടെ പോയെന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ഇതെങ്ങനെ കുറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഈ മൺപാത്രത്തിലെ കൊച്ചു സുഷിരങ്ങളുണ്ട്. അതിലൂടെ ഈ വെള്ളം ബാഷ്പീകരിച്ച് പൊക്കൊണ്ടിരിക്കും. അത് നമ്മൾ കണ്ടില്ല. അത് വെച്ച സ്ഥലം നനഞ്ഞു കിടപ്പില്ല, വെള്ളം ഒഴുകിയിട്ടില്ല, പക്ഷേ വെള്ളം കുറഞ്ഞു. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രശ്നം. ഇത് മൺകൂടാരത്തിലായതുകൊണ്ടേ, നമ്മുടെ ശരീരം മണ്ണല്ലേ, നമ്മൾ ഈ മൺമയ ജീവിതമല്ലേ നയിക്കുന്നേ. പല കാര്യങ്ങളിലും ഇടപെടണം. നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരാണ് അല്ലെ? ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികള്, നമ്മുടെ ചാർച്ചക്കാര്, അയൽക്കാര്, ദേശക്കാര്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വല്ലതും ഒക്കെ പറഞ്ഞ് ആ ആത്മനിറവ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന്റെ പൂർണ്ണത നിൽക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കർത്താവേ എന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. ആത്മനിറവെന്ന് പറഞ്ഞാൽ ഒരിക്കൽ പ്രാപിക്കേണ്ട വിഷയമല്ല, അത് തുടർമാനം ഒരു വിശ്വാസി ചെയ്യേണ്ട പ്രക്രിയയാണ് ആത്മനിറവ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ കേട്ടോ, നമ്മൾ ഓരോ
അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണേ. നമ്മുടെ കുറവുകൾ, കാരണം നമ്മുടെ ഈ കുറവുകൾ, ബലഹീനതകളിലൂടെ ഒക്കെ, അതായത് നമ്മുടെ സുഷിരങ്ങൾ എന്ന് പറഞ്ഞ ഈ പാത്രത്തിൽ നമ്മുടെ ചിന്തകൾ, മനസ്സ, വാച, കർമ്മ, മനോഭാവങ്ങളിലൊക്കെ വന്നുപോയ കുറവുകളുണ്ട്. അതിൽ കൂടിയൊക്കെ ആത്മനിറവിന്റെ അളവിന് കുറവ് വരാം. ഈ പണ്ടൊരാളിരുന്ന് പ്രാർത്ഥിക്കുകയാണേ, കർത്താവേ എന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഞാൻ ഇംഗ്ലീഷിൽ അത് വായിച്ചതേ. അത് എഴുതിയിരിക്കുന്നതാണ്, അവനിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ നിന്റെ ആത്മാവിൽ നിറയ്ക്കണേ, ആത്മാവിൽ നിറയ്ക്കണേ. ഇത് പല ദിവസവും കേട്ട് അയൽവക്കംകാരൻ അങ്ങനെ ദേഷ്യം പിടിച്ചു. അപ്പൊ അവൻ പ്രാർത്ഥിച്ചെന്ന് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, God, you cannot fill him because he had leaks. കർത്താവേ നിനക്ക് അവനെ അങ്ങനെ നിറയ്ക്കാൻ പറ്റുമോ തോന്നുകയില്ല, അവന് ലീക്ക് ഉണ്ടെന്ന് എഴുതാറ്. ഇതാ നമ്മുടെ കുഴപ്പം, നമുക്ക് ലീക്ക് ഉണ്ടതാ. ഈ പൊട്ടലും സുഷിരങ്ങളും അല്ലേ ഒക്കെ നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും ഉണ്ടല്ലോ ഒന്നേ. അപ്പൊ ഇത് കുറഞ്ഞു പോകാം. അപ്പൊ ഓരോ ദിവസവും നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കുറവുകളേറ്റു പറഞ്ഞ് അത് അതാത് ദിവസം തന്നെ മെയിൻ്റനൻസ് ചെയ്തോണം കേട്ടോ. മെയിൻ്റനൻസ് ചെയ്തോണം. അതാത് ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, കർത്താവേ എന്റെ കുറവുകൾ, ബലഹീനതകളൊന്നും ദോഷമായിട്ട് കണക്കിടരുത്, വന്നു പോയിട്ടുണ്ട്. എന്റെ വാക്കിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ, കൊടുക്കൽ വാങ്ങലുകൾ, മനോഭാവങ്ങളിൽ, എന്റെ ഇടപാടുകളിൽ, മറ്റുള്ളവരോടുള്ള സംസാരത്തിലൊക്കെ എനിക്ക് കുറവ് വന്നിട്ടുണ്ട്. കർത്താവെ എന്നോട് ക്ഷമിക്കണം, ഇനിയും അത് വരാതെ ഞാൻ നോക്കിക്കൊള്ളാം, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആത്മാവിൽ എന്നെ പിന്നെയും നിറയ്ക്കണമേ എന്നോരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. രാത്രിയാകുമ്പോൾ കിടക്കാൻ പോകുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം, കർത്താവേ ഇന്ന് പകൽ എന്റെ ജീവിതത്തിലോ, സംസാരത്തിലോ, നോട്ടത്തിലോ, ചിന്തയിലോ, പെരുമാറ്റത്തിലോ, മനോഭാവത്തിലോ, ഇടപാടുകളിലോ വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെന്നോട് മനഃപൂർവ്വം ക്ഷമിക്കണം. അവിടുത്തെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കണം, അവിടുത്തെ ആത്മാവ് കൊണ്ട് പിന്നെ നിറയ്ക്കണം. ഇത് പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവും. ഇതൊന്നുമില്ല, നമ്മൾ ഏതാണ്ട് തികഞ്ഞിരിക്കുക എന്നുണ്ട. ഓരോ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ ഇപ്പൊ ഞാൻ സഭയുടെ നേതൃത്വത്തിൽ സഭ നടത്തുന്നില്ല, പാസ്റ്ററല്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ എന്റെ സാഹചര്യം, വീൽ ചെയറിലാണ്. ഞാൻ ചർച്ച് പാസ്റ്ററായിരിക്കുന്ന കാലത്തെല്ലാം, ഇപ്പൊ കുറച്ചുനാളെ മാറിയിരുന്നിട്ട്, ഞാൻ ഏത് മീറ്റിങ്ങിന്, അത് ആരാധനയ്ക്കാണെങ്കിലും കൊള്ളാം, ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും കൊള്ളാം, വെള്ളിയാഴ്ച പ്രാർത്ഥനയാണെങ്കിലും കൊള്ളാം, വീട്ടുപ്രാർത്ഥനയാണെങ്കിലും കൊള്ളാം, ഒരു ചെറിയ കൂടിവരവാണെങ്കിലും ആദ്യം ജനം വന്നു കഴിഞ്ഞാൽ അവരെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ഏറ്റുപറച്ചിലിന് വേണ്ടിയും പ്രേരിപ്പിച്ചിട്ട് കുറെ സമയം മാറ്റിവെക്കും. എല്ലാവരും ഏറ്റു പറയാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, മനസ്സാവാചാകർമ്മ നമുക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് ക്രമീകരിച്ചിട്ടേ ദൈവസന്നിധിയിലേക്കാവും. വീട്ടിൽ ഇങ്ങോട്ട് വരുന്നു, വായിട്ടോ ഇപ്പൊ ഞാൻ തുള്ളുവെന്നും പറഞ്ഞായി വരുന്നത്. ഇതൊന്നും ദൈവാത്മാവല്ല കേട്ടോ, ഈ കാണുന്നത് പലതും അല്ലേ. ഭയങ്കര തുള്ളലും മറുഭാഷയാ. ഞങ്ങളുടെ പണ്ട് സഭയിൽ ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, അടുത്തിരിക്കുന്ന ഒരു സഹോദരൻ, ആളിച്ചിരി ചൂടനാ. എങ്ങനെ ഒരുമിച്ചിരുന്ന കൈയടിച്ച് ആരാധിച്ചുകൊണ്ട് അടുത്തിരുന്നയാള് അല്പം ആത്മശക്തിയിൽ കൈ ഒന്ന് നീട്ടി അടിച്ചു പോയി. അത് ഈ സഹോദരന്റെ പുറത്താ തട്ടിയത്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന സുബോധത്തിന്റെ ആത്മാവ് നമ്മളതിലോട്ട് വരുന്നുണ്ട്. ഈ ബോധം കെട്ട ആത്മാവൊന്നും അല്ല, ഏതാണ്ട് ബാധ ഇളകുന്ന പോലൊന്നും അല്ല പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നത്. അങ്ങനെയൊക്കെയാ ചിലർ ചിന്തിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതാണ്ട് ഒരു ബാധ ഇങ്ങോട്ട് വന്നിട്ട് അയ്യോ നമ്മൾ പിന്നങ്ങ്, അതൊന്നും അല്ല. നമ്മൾ പ്രാപിച്ചത് സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവാ കേട്ടോ. അതുകൊണ്ട് ഞാൻ സൗകര്യമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ തലയിൽ തുണി ഇട്ടിരുന്നല്ലേ ദൈവത്തെ ആരാധിക്കുന്നത്? നിങ്ങൾ കൈയടിക്കുക, ആത്മനിറവ് പ്രാപിക്കുക ഒക്കെ ചെയ്യുമ്പോൾ തലേന്ന് തുണി ഒരു ലേശം അനങ്ങിയാൽ നിങ്ങൾ അറിയോ?
അറിയുമെങ്കിൽ നിങ്ങൾ പ്രാപിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. കാരണം പരിശുദ്ധാത്മാവ് സ്വഭാവത്തില് ചിലർക്ക് ഇതൊന്നും വെളിവില്ല. തുണി അഴിഞ്ഞു പോയാൽ പോലും അറിയാത്ത ചില കക്ഷികൾ നമ്മുടെ ഇടയിലുണ്ട്. അത് പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവാണ്, ബോധമില്ലായ്മയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് ഞാൻ ആത്മാവിലാണ് മറ്റുള്ളവനെ തട്ടിയെന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അറിയാതെ ഈ സഹോദരൻ കൈയൊന്ന് നീട്ടി അടിച്ചപ്പോ അടുത്തിരിക്കുന്ന ചൂടൻ സഹോദരന്റെ പുറത്താകൊണ്ടത്. അവൻ തിരിഞ്ഞങ്ങോട്ട് നോക്കിയിട്ട് യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കുന്നു പറഞ്ഞ് കൊടുത്തോരണം. അപ്പൊ ഇതെന്നെ ആത്മാവാന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. ഇത് പണ്ട് നടന്ന കാര്യ. ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയുള്ളവർ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ബാധയിളക്കം പോലെ ബോധമില്ലാതെ തലേ കിടക്കുന്ന തൂണി തെറിപ്പിച്ച് കളഞ്ഞ് അടുത്തിരിക്കുന്ന ആളെ കൂത്തി തുള്ളി 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 ഫ്രണ്ടിൽ വന്ന് അവിടുന്ന് പിന്നെ തുള്ളി തുള്ളി പുറകിൽ പോയി കൊടുത്തിരിക്കുന്ന വസ്ത്രം അഴിഞ്ഞ് വീണ് കിടന്ന് ഉരുളുന്ന ആത്മാവ് അല്ല ദൈവത്തിന്റെ ആത്മാവ്. അങ്ങനെ കാണുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, അത് ദുരാത്മാവാ. കർത്താവേ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങൾ ഇരിക്കുന്ന സഭയിൽ എങ്ങനെങ്ങാനും വെളിപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ദുരാത്മാവിനെ ഞങ്ങൾ ബന്ധിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം. വാ കൊണ്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം. പിന്നെ അത് തുടങ്ങി അനങ്ങുകയല്ല. അവിടെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ദുരാത്മാവിനെ ബന്ധിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കണം. ബോധം കെട്ട ആത്മാവ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ചില സഭകൾ അങ്ങോട്ട് ശുശ്രൂഷിക്കാൻ അങ്ങോട്ട് ചെന്നാൽ ചില ഭാഗങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വരുമ്പോ നമ്മൾ ഈ പറയുന്ന ഭാഗം ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലരങ്ങ് തുടങ്ങും, കയ്യും അടിച്ച് അന്യഭാഷയും പറഞ്ഞു. നമ്മളെ പ്രധാന ഭാഗം പറയാൻ വന്ന് വരിക, ആ വരുന്നപ്പോഴത്തേക്ക് ഒരു ബാളയാകുന്ന പോലെ അങ്ങോട്ട് ഇളകി കയ്യും അടിച്ച് നമ്മൾ പറയുന്നത് ആരെയും കേൾപ്പിക്കില്ല. ഞാൻ അങ്ങനെയുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് തോളെ തട്ടും, ശാന്തമായിരിക്കണം, വചനം ശുശ്രൂഷിക്കും. പിന്നെ ചിലർക്ക് ഇങ്ങനെ അടിക്കുന്നതാണല്ലോ വലിയ ആവേശം. ആ കൂട്ടത്തിൽ ഈ പുള്ളി രണ്ടെണ്ണം പറഞ്ഞ് ആളുകളെ മൊത്തം അങ്ങ് ഇളക്കി. എന്റെ പോലെ ഇതൊക്കെ എന്ത് പ്രഹസനമായി. ഇതൊന്നും അല്ല ആത്മാവ്. ഈ ഇളക്കപ്പെരുപ്പമാണോ ആത്മാവ്? ഞാൻ വരാതിലേക്ക് ആത്മാവ് എന്താണെന്ന് പറഞ്ഞാൽ പറയാം. ഈ ബഹളം കൂട്ടുന്നതാണോ ആത്മാവെന്ന് പറയുന്നത്? ആത്മാവ് വന്നാൽ ബഹളം കൂട്ടുമോ? പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് ഇറങ്ങിയപ്പോ 3 അടയാളങ്ങളായിരുന്നു. 1 അഗ്നിനാവ്, 2 കൊടുങ്കാറ്റടിക്കുന്ന പോലെ ശബ്ദം, 3 ഇടിമുഴക്കം. മനസ്സിലായോ? ഇടിമുഴക്കം. ഇത് ആ പ്രത്യേക സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങി വരുമ്പോൾ കാണിച്ച അടയാളങ്ങളായി 3. അഗ്നിനാവ്, ഓരോരുത്തരുടെയും മേൽ ഇങ്ങനെ കത്തും, അഗ്നിനാവായിട്ട് കത്തും. ഒരു ഫ്ലെയിം കത്തുന്നത് കണ്ടു, കാണാൻ പറ്റി. കൊടുങ്കാറ്റ് കണ്ടോ, അത് അനുഭവിച്ചറിയാൻ പറ്റി. ഇടിമുഴക്കം കേൾക്കാൻ പറ്റി. കാഴ്ചയെയും കേൾവിയെയും സ്പർശനത്തെയും തൊട്ടുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ദൈവസഭയിലേക്ക് ആദ്യം ഇറങ്ങിയത്. അത് അന്നത്തേക്ക് മാത്രമുള്ള ഒരടയാളമായിരുന്നു. നമ്മളിത് വായിച്ച ഇപ്പോഴും നമ്മൾ ഓർക്കുന്ന ഈ ഇടിമുഴക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കണമെന്ന്. അതിന് നമ്മൾ എന്ത് ചെയ്യാം? ബഹളം വെച്ച ഇടിമുഴക്കം ഉണ്ടാക്കുക. അഗ്നിനാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കണോ നമ്മൾ ചിന്തിക്കുന്നത്? അതിനാണ് നമ്മൾ കിടന്ന് പരവേശം കൊള്ളുന്നേ. കൊടുങ്കാറ്റടിക്കുന്ന പോലെ നമ്മളും ബഹളം ഉണ്ടാക്കണം. പണ്ട് പൗലോസും ശീലാസും ബന്ധിക്കപ്പെട്ടവരായി കാരാഗ്രഹത്തിൽ നിന്ന് അർദ്ധരാത്രി ആയപ്പോ അവരെഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചു. അപ്പൊ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി എന്ന് പറഞ്ഞാലേ ഇവര് കുലുക്കിയതല്ല. ചിലർ ഓർക്കുന്ന ഇവരുടെ തുള്ളിച്ച കാരണം പൗലോസും ശീലാസും തുള്ളി 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 കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കിയതാണെന്നും കണ്ട ഇന്നും സഭയിൽ കിടന്ന് ഈ തുള്ളല് തുള്ളും. ഇത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തുള്ളലുണ്ട് വേറെ. സഭയിലെ തുള്ളൽ കഴിഞ്ഞിട്ടേ വീട്ടിൽ എന്നാലും ഒരു കൊച്ചു കാര്യം എന്ന് പറഞ്ഞേ ഇതിനേക്കാൾ വലിയ തുള്ളൽ അവിടെ കാണാം. അപ്പൊ ഈ തുള്ളി തന്നെതാ.
പിന്നെ ഇതൊന്നും പരിശുദ്ധാത്മാവിന്റെ അല്ല കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞത്, പിശാച് പുറകോട്ട് വലിച്ചിട്ട് കിട്ടിയില്ലേ മുമ്പോട്ട് തള്ളി അങ്ങ് ഓടിക്കുക. നമ്മളെ മുമ്പോട്ട് തള്ളുക, അതിന് വിട്ടോടുക. ആത്മനിറവുണ്ട്, അന്യഭാഷയുണ്ട്, കയ്യടിയുണ്ട്, ഒക്കെ ശരിയാണ്. ഈ പരാക്രമങ്ങൾ ആത്മാവ് വരുമ്പോഴത്തേക്ക് മുക്രയിട്ട് പരാക്രമം, ചാകാൻ തുടങ്ങുന്ന കാള കടന്ന് മുക്രയിട്ട് കാണിക്കും. അതൊന്നും പരിശുദ്ധാത്മാവിന്റെ അല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് സാക്ഷാൽ ദൈവമാണ്. മനുഷ്യന്റെ ഇടയിൽ യാതൊരു അമാതൃകകളും ഉണ്ടാക്കുന്നവനല്ല പരിശുദ്ധാത്മാവ് പറയുന്നത്. ഈ ആത്മാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഓരോ ദിവസവും ആ കുറഞ്ഞു പോയത്, നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുകൊണ്ടിരുന്നത്, അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പണ്ട് ആത്മനിറവ് പ്രാപിച്ചതാ, അഭിഷേകം പ്രാപിച്ചതാ, അതുകൊണ്ട് ഇനി എനിക്ക് ആവശ്യമില്ലെന്ന് ആരും പറയരുത്. ഓരോ ദിവസവും ഇത് പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും നമ്മളെ ക്രമീകരിക്കണം. ആത്മനിറവ് പ്രാപിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു, ആത്മാവ് വരണമെങ്കിൽ വിശുദ്ധി വേണം ജീവിതത്തിൽ. ആ വിശുദ്ധീകരണം ഓരോ ദിവസവും നമ്മൾ പ്രാപിക്കണം. ദൈവകരമല്ലാത്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കണം, ഏറ്റുപറയണം. ക്രമീകരിക്കണം, ഏറ്റുപറയണം. എങ്കിലേ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. കാരണം അടുത്തൊരു ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആത്മാവിൽ നിറയപ്പെടൂ എന്ന വാക്യമുണ്ടല്ലോ, വ്യാകരണം അറിയാവുന്നവർക്കറിയാം. ഇറ്റ് ഈസ് പാസീവ്. നിങ്ങൾ ആത്മാവിൽ അങ്ങ് നിറഞ്ഞോളാനല്ല പറഞ്ഞത്, ആത്മാവിൽ നിറയപ്പെടും. എന്ന് പറഞ്ഞാൽ ഇത് സ്വയം ചെയ്യുന്ന കാര്യമല്ല. Being filled in the spirit is passive. പാസീവ് എന്ന് പറഞ്ഞ കർമ്മണി പ്രയോഗമാണ്, കർത്തരി പ്രയോഗമല്ല. നീ ആത്മാവിനെ നിറയ്ക്കാനല്ല പറഞ്ഞത്. കാരണം നമുക്ക് ആത്മാവിൽ നിറയ്ക്കാൻ നോക്കുവോ? നാം സ്വയം വിചാരിച്ചാൽ നമുക്കങ്ങ് നിറയാൻ നോക്കുവോ? ഇരുന്ന് ഇല്ല. ഇത് വേറൊരാൾ ചെയ്യണം. ആര് നിറയ്ക്കണം? പരിശുദ്ധാത്മാവ് വേണം നിറയ്ക്കാൻ, അല്ലാതെ നമ്മളല്ല നിറയ്ക്കേണ്ടത്. അങ്ങനെ പറയൂ, ആത്മാവിൽ നിറയൂ എന്നല്ല പറയുന്നത്, ആത്മാവിൽ നിറയപ്പെടൂ. ഇത് പാസീവ് വോയിസാ അല്ലേ? ഈ മലയാളത്തിലെ ഈ പാസീവ് വോയിസിന്റെ പ്രയോഗം അത്ര പ്രാധാന്യമുള്ളതല്ലേ? അതിന് നമ്മുടെ ഉപദേശിമാർ ഒത്തിരി പറയുന്നുണ്ട്. ഇന്ന് നമ്മളുടെ കൂട്ടായ്മയ്ക്ക് വരപ്പെടുവാൻ തക്കവണ്ണം, വരാൻ തക്കവണ്ണം എന്ന് പറഞ്ഞാൽ പോരെ. ഈ തക്കവണ്ണം എന്തിനാ? ഇതൊക്കെ നമ്മൾ കുറെ ശൈല, അതിൻ്റെതായിരിക്കുന്നതായ അതിനോടുള്ള ബന്ധത്തിൽ വല്ല കാര്യമുണ്ട്. ഈ മലയാളം ഭാഷ ഇങ്ങനെ കൊല ചെയ്യണം. നല്ല സഭ്യമായ മലയാള ഭാഷയിൽ അങ്ങോട്ട് സംസാരിച്ചാലാണ് കുഴപ്പമില്ല. അതിനോടുള്ള ബന്ധത്തിൽ എന്ത് ബന്ധമാണെന്നറിയാവോ? അതിൻ്റെതായിരിക്കുന്നതായ ഇത്രയും പോകേണ്ട കാര്യം. അതുപോലൊരു നമ്മളെല്ലാം എന്നാ അറിയാമോ? പിന്നെ നമുക്ക് ഒരുമിച്ച് കൂടപ്പെടുവാൻ തക്കവണ്ണം, ദൈവവചനം കേൾക്കപ്പെടുവാൻ തക്കവണ്ണം വല്ല കാര്യമുണ്ടോ? ദൈവവചനം കേട്ടെന്ന് പറഞ്ഞാൽ പോരെ, നമ്മൾ ഒരുമിച്ച് കൂടി എന്ന് പറഞ്ഞാൽ പോരെ, കൂടപ്പെടുമോ? നമ്മുടെ മലയാളം ഭാഷയിൽ പാസീവ് വോയിസ് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ പറയാം, 1-2 രംഗം പറയാം, എല്ലായിടത്തും ഒന്നും ഉപയോഗിക്കുകയില്ല. ശവപ്പെട്ടികൾ വിൽക്കപ്പെടും, കണ്ടിട്ടുണ്ടോ? ശവപ്പെട്ടികൾ വിൽക്കപ്പെടും, അവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്. മീൻ വിൽക്കപ്പെടും, പച്ചമീൻ വിൽക്കപ്പെടും, അവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. പാസീവ് വോയിസ് അവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാലേ മീൻ അല്ലെ ശവപ്പെട്ടി വിൽക്കുന്നത് ആരാന്ന് നമുക്കൊരു വിഷയവും ഇല്ല. ആരെങ്കിലും വിറ്റോട്ടെ, നമുക്കെന്താ? നമ്മുടെ വിഷയം ശവപ്പെട്ടിയാ. നമ്മുടെ ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെല്ലുന്നത്, വർഗീസാണോ ഇത് കൊടുത്തത്, മേനോനാണോ ഇത് കൊടുത്തത്, മുഹമ്മദ് ആണോ കൊടുത്തത്? നമുക്കിതൊന്നും വിഷയമല്ല. ആരെങ്കിലും വിറ്റോട്ടെ, നമുക്കൊരു ശവപ്പെട്ടി വേണം. അപ്പൊ ആരെങ്കിലും ശവപ്പെട്ടി തേടിയാ വരുന്നത്, അല്ലാതെ ശവപ്പെട്ടി മുതലാളിയെ തേടിയല്ല വരുന്നത്. അതുകൊണ്ടാണ് ഏബ്രഹാം ശവപ്പെട്ടി വിൽക്കും എന്ന് എഴുതി വെക്കാതെ
ആളുകൾ ശവപ്പെട്ടി തേടി വരുന്നതുകൊണ്ട് ഏബ്രഹാം വേണ്ട. ശവപ്പെട്ടികൾ വിൽക്കപ്പെടും. അപ്പൊ അവിടെ വിഷയം ശവപ്പെട്ടിക്കാ. പാസീവ് വോയിസ്, അതാ പാസീവ് വോയിസ്. മനസ്സിലായോ? അത് ഇംഗ്ലീഷിൽ ഒത്തിരി വാക്കുകൾ. ഇപ്പം നിങ്ങളെ ഒരാൾ വിളിച്ചെന്ന് വെച്ചോ, നിങ്ങളെ ഒരാൾ വിളിച്ചു, ഞാനത് കേട്ടു, നിങ്ങൾ കേട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് അറിയാം, യു ആർ കോൾഡ്, നിങ്ങൾ വിളിക്കപ്പെടുന്നു. ഇംഗ്ലീഷിൽ അങ്ങനെ പ്രയോഗം നിത്യ സംസാരത്തിൽ ഉണ്ടാകുന്ന. നിങ്ങളെ അപ്പച്ചൻ വിളിച്ചു എന്നല്ലേ പറയുന്നത്, കാരണം നിങ്ങളല്ലേ പ്രധാനം. ആരെങ്കിലും വിളിച്ചോട്ടെ, പക്ഷെ നീയല്ലേ എന്റെ അടുത്ത് നിൽക്കുന്നത്, അപ്പൊ നീയല്ലേ എനിക്ക് പ്രധാനം. യു ആർ കോൾഡ്, നീ വിളിക്കപ്പെടുന്നു. അതുപോലെ യു ആർ വെൽക്കം, അല്ലേ? യു ആർ വെൽക്കം. നിനക്ക് സ്വാഗതം, നിനക്ക് സ്വാഗതം. ആര് സ്വാഗതം ചെയ്യുന്നെന്നുള്ളതല്ല വിഷയം, കയറി വരുന്ന നിനക്കാ പ്രാധാന്യം. അതുകൊണ്ട് കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് എഴുതിയിരിക്കുന്ന ഒരു പദമായത്. ഇത് ഗ്രാമർ പഠിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ? പണ്ട് സ്കൂളിലോ കോളേജിലൊക്കെ വ്യാകരണമേ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? രാമന്റെ സീതയുടെയും കഥയൊക്കെ മറന്നുപോയോ? രാമൻ രാവണനെ കൊന്നു. ഗ്രാമർ പഠിച്ചു ഓർക്കുന്നുണ്ടോ? പിന്നെ ഗ്രാമറിന്റെ കഥ, ഗ്രാമറിലെ വ്യാകരണത്തിലെ കഥാനായകൻ രാമനും വില്ലൻ രാവണനും കഥാനായിക സീതയാണല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചു തന്നെ. മറന്നുപോയോ ഇതൊക്കെ? കോളേജിൽ പഠിച്ചു മറന്നുപോയോ? ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാ, അതുകൊണ്ടായി പറയുന്നേ. കാരണം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാ കോളേജിൽ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു എന്റെ വിഷയം. അതുകൊണ്ട് മിക്കവാറും ഈ ഗ്രാമറൊക്കെ ഞാൻ തന്നെ എടുക്കേണ്ടി വരും. എന്റെ തലയിലാ വരുവുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്കാനുള്ളൊരു കൃപ അന്ന് ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് അന്നും ഇന്നും ഈ ഗ്രാമർ എനിക്ക് വലിയ ഇഷ്ടം. അതിപ്പം അന്ന് നമ്മൾ ഇംഗ്ലീഷ് ആയിരുന്നു പഠിപ്പിച്ചത്, പക്ഷെ ഇപ്പം ഈ ഗ്രീക്ക് ഹീബ്രു ഒക്കെ താല്പര്യമായി എന്നുള്ളതേ ഉള്ളൂ. ഇത് പാസീവ് വോയിസിലാ പറഞ്ഞിരിക്കുന്നത്. യു കനോട്ട് ഫിൽ യുവർസെൽഫ് വിത്ത് ദ സ്പിരിറ്റ്. നിനക്ക് സ്വയം ആത്മാവിൽ നിറയപ്പെടാൻ പറ്റുകയല്ല, മറിച്ച് ആത്മാവ് വേണം നിന്നെ നിറയ്ക്കാൻ. അതുകൊണ്ട് അതിനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക നീ ചെയ്യേണ്ടത്. അല്ലാതെ നീ സ്വയം, ഇപ്പൊ ചിലർ സ്വയം നിറയ്ക്കുകയാണല്ലോ. നിറയ്ക്കുകയല്ല, സ്വയം നിറഞ്ഞങ്ങ് ആടുകല്ലേ ഇപ്പം. തന്നെ ആത്മാവിൽ നിറയ്ക്കുക, തന്നെ കാറ്റടിക്കുന്ന പോലെ ആത്മാവിനെ കൊണ്ട് നിറച്ച്. ഇതൊക്കെ പറഞ്ഞു പോകാൻ പറഞ്ഞ അന്യഭാഷ വരെ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലമാ. ഇങ്ങനെ പറയാനാ പറയും, അന്യഭാഷ പറഞ്ഞു കൊടുക്കും. കുഞ്ഞെ ഇത് നിന്നെ കൊണ്ട് പറ്റിയ കാര്യമല്ല, നീ കൂട്ടിയാൽ കൂടുന്നതുമല്ല. ആത്മാവ് നിറയ്ക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരണം. ആത്മാവാണ് നമ്മളെ നിറയ്ക്കണം. അതുകൊണ്ട് അതിന് യോഗ്യരാക്കി നമ്മളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. നമ്മൾ അതിനാ വിധേയപ്പെടേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരാൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകൾ ഉപയോഗിച്ചു പറയാം. പരിശുദ്ധാത്മാവാണിത്, പരിശുദ്ധിയുടെ ആത്മാവാണ്. അതുകൊണ്ട് ജീവിതത്തെ വിശുദ്ധമാക്കാതെ, നിർമ്മലമാക്കാതെ, ക്രമീകരണം വരുത്താതെ ഒരു വ്യക്തി അന്യഭാഷ പറയുന്നെങ്കിൽ അത് ദൈവാത്മാവല്ല, അത് ദൂരാത്മാവാണ്. നിങ്ങൾ സ്വയം ഒന്ന് ശോധന ചെയ്യാൻ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവാണോ എന്ന് തിട്ടപ്പെടുത്താൻ ഒറ്റ കാര്യമുള്ളൂ. ആ വ്യക്തി വിശുദ്ധിയിലാണോ ജീവിക്കുന്നത് നോക്കിയാൽ മതി. വിശുദ്ധിയിലാണോ? കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നവനാ? എന്ത് ചെയ്യുന്നവനാ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നവനാ. ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല, അത് തെറ്റാണെന്നൊരു ബോധ്യമില്ല, അതിനൊരു ഏറ്റുമറച്ചിലില്ല. പിന്നെയും വന്നിരുന്ന മറുഭാഷ പറയുന്നെങ്കിൽ എന്റെ പൊന്നു കുഞ്ഞെ, നിന്നെ കൊണ്ട് ഈ പറയിപ്പിക്കുന്നത് ദൈവാത്മാവല്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. ഹൗ
Holy Spirit is the spirit of holiness. വിശുദ്ധിയുടെ ആത്മാവാണ്. മറന്നു പോകരുത്. ഇതൊക്കെ അങ്ങ് നമ്മളിതെല്ലാം മറന്നേച്ച് ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആത്മാവാണെന്ന് പറഞ്ഞ് ഇതിന്റെ എല്ലാം പുറകെ അങ്ങ് നടക്കുക. അങ്ങനെ പുനഃ ഈ ബഹളവും ഈ വെപ്രാളവും ഒന്നും വേണ്ട. ദൈവവചന പ്രകാരം നമ്മളെ തന്നെ ശുദ്ധീകരിച്ച്, നമ്മളെ തന്നെ താഴ്ച ഏൽപ്പിച്ച്, നമ്മളെ തന്നെ ക്രമീകരിച്ച് നാം ദൈവസന്നിധിയിലിരിക്കുന്നെങ്കിൽ ആരുടെയും ഗിരിക്കൊന്നും വേണ്ട, ആരും തല കൈ വെക്കാനും വരണ്ട, ആരും നമ്മളെ തള്ളിയും വീഴ്ത്തണ്ട, ഉന്തിയും വീഴ്ത്തണ്ട. ദൈവം നമ്മളെ നിറയ്ക്കാൻ വിശ്വസ്തനാണ്. അല്ലാത്തതൊന്നും വേണ്ടെന്ന് പറയാം. ഈ യോഗത്തിനൊക്കെ പോകുമ്പോൾ ഓർക്കണം കേട്ടോ, ആവശ്യമില്ലാത്തവരെല്ലാം കൊണ്ട് കൈവെക്കാൻ തലവെച്ച് കൊടുക്കരുത് കേട്ടോ. ദൂരാത്മാവിനെയും കൊണ്ട് നടക്കുന്നവരുണ്ട്. തലേ കൈവച്ച് പ്രാർത്ഥിച്ച് നിനക്കും ഇത് നന്നേച്ച് അല്ല, ഏത് നിമിഷവും പിശാച് വന്ന് കയറും. എടാ, ഏലന്തോട്ടത്തിൽ ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഏലന്തോട്ടത്തിൽ പിശാചിന് കയറാൻ പറ്റുമെങ്കിൽ എത്ര ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞാലും അവന് കയറാൻ പറ്റും. ഒറ്റ നിമിഷം മതി ഒരു കൊച്ചു പാപം. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞത് പാപത്തിന് ഇടം കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു. പാപം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം മാത്രമല്ല പാപം. അല്ലോ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരിക്കുന്നത്. പാപത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. എന്താ പാപം, വേറെ പുസ്തകം എന്താ പാപം എന്ന് പറയുന്നത്. ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് ഉദ്ദേശിക്കാത്തത് എന്തെങ്കിലും നാം ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നതാണ് പാപം. മനസ്സിലായോ? അല്ലാതെ കള്ളു കുടിച്ചതോ ബീഡി വലിച്ചെന്നോ സിനിമ കണ്ടെന്നോ അതല്ല. അങ്ങനെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ തിരിച്ചു പറയാം, ഏതാണേലും നീ സിനിമ കണ്ട് നടക്കാൻ ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ല. നീ വീഡിയോ വലിച്ച് നിന്റെ ചങ്കും കൊടുക്കാൻ നശിപ്പിച്ച് കളയാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിച്ചിട്ടില്ല. കള്ളു കുടിച്ച് നിന്റെ ബോധം മറയ്ക്കാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിച്ചു. അതുകൊണ്ട് അത് പാവമായി പോയത്. അല്ലാതെ കള്ളു കുടിച്ചതല്ല പാപം. നിന്നെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചത് നീ ചെയ്യാതിരുന്നതോ ഉദ്ദേശിക്കാത്തത് നീ ചെയ്തതോ ആണ് പാപം. പാപം രണ്ടു തരത്തിലുണ്ട് കേട്ടോ. അത് സത്യത്തെ ഹമാർട്ടിയോളജി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ദൈവശാസ്ത്രത്തിലെ. വലിയ ഇഷ്ടമുള്ള, എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമുള്ളൊരു ഭാഗമാണ് ഹമാർട്ടിയോളജി. ഈയിടെ നല്ല രസമാണ്. പാപശാസ്ത്രം. സിൻസ് ഓഫ് ഒമിഷൻ, സിൻസ് ഓഫ് ഒമിഷൻ, സിൻസ് ഓഫ് കമ്മീഷൻ. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് പാപം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ല, അതിനെ സിൻസ് ഓഫ് ഒമിഷൻ എന്നാ പറയുന്നത്. നമ്മൾ ഒമിറ്റ് ചെയ്ത് കളഞ്ഞു, വേണ്ടെന്ന് വെച്ചു. സിൻസ് ഓഫ് ഒമിഷൻ, അതും പാവമാണേ. സിൻസ് ഓഫ് കമ്മീഷൻ, ചെയ്യരുതാത്തത് നമ്മൾ ചെയ്തു, അതും പാവമാണ്. അപ്പൊ പാവം രണ്ടു തരത്തിലുണ്ട് കേട്ടോ. നമ്മളെ പാപത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പാസ്റ്റർ ഞാനൊന്നും ചെയ്തില്ലല്ലോ, നമ്മൾ ഉടനെ പറയുന്നത് ഞാനതിനൊരു കുറ്റവും ചെയ്തില്ല. കുഞ്ഞാൻ, നീ ചെയ്തില്ല എന്നുള്ളത് ചിലത് പാവമാണ്. നീ ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളത് പാപമാണ്. കൂട്ടായ്മയ്ക്ക് വന്നില്ല, ആരാധനയ്ക്ക് ചിലർക്ക് കൂട്ടായ്മ വേണ്ടല്ലോ. ഇപ്പോ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുകയല്ലെന്നാ ഇപ്പൊ ചോദിക്കുന്നു. അപ്പൊ പിന്നെ ഈ ഗൂഗിള് മീറ്റ് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ടേ ടിവിയിലും കിട്ടുമല്ലോ. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കുകയല്ലേ? ദൈവം അത്ര പൊട്ടനാണോ? അതിന് സഭയിൽ തന്നെ ചെല്ലണോ നിർബന്ധം? എന്റെ പൊന്നു ഞാൻ നീ പറയുന്നതേ ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് വിരുദ്ധമാണ്. അപ്പോസ്തലപ്രവൃത്തി 2:48 തുടങ്ങിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയേ. അവിടെ അടിസ്ഥാന പ്രമാണം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട. അപ്പൊ മാനസാന്തരം എന്താ? പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ യേശുവിന്റെ നാമത്തിൽ സ്നാനം. എന്നാൽ പരിശുദ്ധാത്മദാനം ലഭിക്കും. പരിശുദ്ധാത്മദാനം അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വക്രതയുള്ള ലോക തലമുറയിൽ നിന്നും നിങ്ങൾ വേർപാട് രക്ഷിക്കപ്പെടുകയും. വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുകയും. വേർപാട്, വേർപെട്ട് നിന്ന് കഴിഞ്ഞാൽ വേർപെട്ട് ഒരിടത്ത് ഒറ്റപ്പെട്ട്. വേർപാടെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലല്ല,
നമ്മൾ ഒരിടത്തും മാറി നിൽക്കുന്നതല്ല. വേർപെട്ടവരടുത്തത് ചെയ്യേണ്ടതാണ്. എന്താ? കൂട്ടായ്മയാചരിക്കും. അടുത്തത് എന്ത് ചെയ്യണം? വേർപെട്ടവർ എന്ത് ചെയ്യണം? ലോകത്തിൽ നിന്നും, മാലിന്യത്തിൽ നിന്നും, പാപത്തിൽ നിന്നും വേർപെട്ടവൻ. അടുത്തത് ഒറ്റപ്പെട്ട് വീട്ടിൽ ഇരിക്കാനല്ല പറഞ്ഞത്, ഇതുപോലെ വേർപെട്ടവരുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് വരണം. ഇത് ചെയ്തില്ലേ പാവമാണ്. ഇത് ചെയ്തില്ലേ പാവമാണ്. ഞാൻ വീട്ടിൽ ഇരുന്നാൽ ദൈവത്തെ ആരാധിക്കാം, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല. ദൈവം കേൾക്കും. പക്ഷേ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമായ കൂട്ടായ്മ നീ ലംഘിച്ചു, അത് പാപമാണ്. നിത്യതയിലെത്തുകയല്ല. ഒന്നും പലർക്കും അറിയത്തില്ല. എന്നിട്ട് ചുമ്മാ ഓരോരുത്തരുടെ യുക്തിയും ബോധവും തത്വചിന്തയും അങ്ങോട്ട് വളർന്നിട്ട് ചോദിക്കുന്ന ചോദ്യം കേൾക്കണം. അങ്ങനെ എല്ലാ ആഴ്ചയിലും പള്ളി പോകണമെന്നുണ്ട്. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയല്ലേ? ദൈവം കേൾക്കുമായിരിക്കാം, കേട്ടോട്ടെ. പക്ഷെ നീ ദൈവസഭയുടെ അടിസ്ഥാന പ്രമാണം, അതാണ് നമ്മള് ഫണ്ടമെന്റൽ ഡോക്ട്രിൻസ്, അടിസ്ഥാന പ്രമാണം. നമ്മൾ വരുന്നുണ്ട് അടുത്ത മറ്റേ ക്ലാസ്സിൽ. ദൈവസഭയുടെ അടിസ്ഥാന പ്രമാണമായ കൂട്ടായ്മ നീ നിസ്സാരമായി കരുതി, ലംഘിച്ചു. കൂട്ടായ്മ എന്ന് പറഞ്ഞ അർത്ഥം എന്നതാ? ഈ കൂടായ്മയല്ല കൂട്ടായ്മ. നമ്മൾ ആരുമായിട്ടും കൂടാതെ നിൽക്കുകയാണ് നമ്മൾ, എന്നിട്ട് കൂട്ടായ്മയാണെന്ന്. സത്യത്തില് എന്താ? നമ്മളെപ്പോലെ വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിലും ആത്മനിറവിലും ജീവിക്കുന്ന ആളുകളുമായിട്ട് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചും പരസ്പരം, അതാ നമ്മൾ പറഞ്ഞത് അല്ലേ, തമ്മിൽ പ്രബോധിപ്പിച്ചും ദൈവത്തിന് പാടിയും കീർത്തനം ചെയ്തും അങ്ങനെ പോരണം. അതാ സഭ. സഭയുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് പാപമാണ്. ആരെങ്കിലും ഇതിനകത്ത് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വാണിംഗ് തരികയാണ്. യു ആർ സിന്നിങ് അഗൻസ്റ്റ് ഗാഡ്. ദൈവത്തിനെതിരെ നീ പാപം ചെയ്യുക. അതുകൊണ്ട് എല്ലാരെയും കുറ്റം പറഞ്ഞ് ആ സഭയും കൊള്ളുകയില്ല, ഈ സഭയും കൊള്ളുകയില്ല, മറ്റേ സഭയും കൊള്ളുകയില്ല എന്നും പറഞ്ഞ് നീ ഈ ഒറ്റയാൾ വിശുദ്ധനാകരുത്. അത് ദൈവവചന വിരുദ്ധമാണ്. നിന്റെ അടുത്തുള്ള ദൈവമക്കൾ ഒരുപക്ഷെ ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം വിശുദ്ധ ജീവിതത്തിലൊക്കെ. അത് നീയുടെ ചെന്ന് വേണം ക്രമീയം തമ്മിൽ പ്രബോധിപ്പിച്ചും ദൈവം തമ്മിൽ, അതിനാണ് നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഒരു ദൈവസഭയ്ക്ക് അകത്ത് ചെല്ലുമ്പോൾ വായും കൂട്ടി മിണ്ടാതിരിക്കാനല്ല. മറ്റുള്ളവർക്ക് സഭയിൽ എഴുന്നേറ്റ് പ്രബോധനം പറയാൻ എപ്പോഴും പ്രബോധനം പറയുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. നമുക്ക് അവരെ വിളിച്ച് അവരോട് നന്നായി ആത്മീയ ചിന്തകൾ, ആശയങ്ങൾ പങ്കുവയ്ക്കാം. അവരുമായി നല്ല കാര്യങ്ങൾ, ദൈവജനത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. നല്ല ആത്മീക വർധനവിലായിരിക്കും ആ കൂട്ട്. ദൈവമക്കളുമായിട്ടുള്ള കൂട്ടും കൂട്ടായ്മയും വിടരുത്. ചിലര് എന്താ പറഞ്ഞ അങ്ങോട്ട് കൂടാൻ തുടങ്ങി. എനിക്ക് പേടിയാ ചിലത്. കൂട്ടുകൂടി കഴിഞ്ഞ് എന്താ പറയുക, ഇവിടുന്ന് ഒരു പുതുക്കട്ട അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവിടുന്ന് അന്നുണ്ടാക്കിയ ചിക്കനും മട്ടനും എല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു, ഇവിടുന്ന് പിള്ളേരെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തുന്നു, അവിടുന്ന് പിള്ളേരെ കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുന്നു. കൂട്ടായ്മ അങ്ങോട്ട് കൂടിക്കഴിയുമ്പോൾ ഇത് കാണുമ്പോഴേ എനിക്കറിയാം അവസാനം രണ്ടു കൂട്ടവും ദൈവകൃപയെന്ന് പോയി. ഈ കൊണ്ടു നടന്നവനും പോയി, കൂട്ടാൻ ചെന്നവനും പോയി. അത്തരം കൂട്ടായ്മയൊന്നും വേണ്ട കേട്ടോ. അതിനൊക്കെ പരിധിയുണ്ട്. വേറെ പുസ്തകം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. അതിനൊക്കെ പരിധിയുണ്ടെന്ന്. കൂട്ടായ്മ എന്ന് പറഞ്ഞാല് അങ്ങനെ അങ്ങ് ഒട്ടിച്ചോന്ന് എന്നിട്ട് ഈ പറയുന്ന തന്നെ കൂടെ കൂടുന്നവരെല്ലാം എന്താ ആത്മാവിനെ കെടുത്തുന്ന കാര്യങ്ങളെ ഈ പറയുന്നത്. അവിടുത്തെ പാസ്റ്ററുടെ കുറ്റം, ഇവിടുത്തെ സഹോദരിയുടെ കുറ്റം, അവിടുത്തെ കൂട്ടായ്മയുടെ കുറ്റം, ഇവിടുത്തെ പ്രസംഗത്തിന്റെ കുറ്റം, അവിടുത്തെ ദൈവമക്കളുടെ കുറ്റം. ഇത് കേട്ട് നിന്റെ കൂടെ എനിക്കറിയാം, മനസ്സിലാകാം. നിന്റെ കൂടെ കൂടുന്നവൻ ആത്മീക വർധനമാണ് പ്രാപിക്കുന്നത്. അവന്റെ പ്രാർത്ഥനാ ജീവിതവും വിശുദ്ധ ജീവിതവും ആരാധന ജീവിതവും വർദ്ധിച്ചാ വരേണ്ടത്. ഇതിന് പകരം അവന്റെ കയ്യിലുള്ള ഒരു ഇച്ചിരി ആത്മീയതയും കൂടെ കെടുത്തിക്കളയും ഈ കൂട്ടായ്മ കൊണ്ട്. അത് വരരുതേ. അതുകൊണ്ട് ആത്മാവിൽ നിറയപ്പെടും എന്ന് പറഞ്ഞാൽ നാം സ്വയം പ്രാപിക്കുന്നതല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ അവിടുത്തെ ആത്മാവിൽ എന്നെ നിറയ്ക്കും. അത് എന്നും നടക്കണ്ട.